ഈ ഇഹലോകത്തിന്റെ കാര്യങ്ങളിലായി വല്ലാതെ ജീവിതം നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോ വൽ ആഖിറതു ഖൈറും വ അബ്ഖാ, പരലോകമാണ് ഏറ്റവും ശാശ്വതവും ഉത്തമമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഇവിടെ നിന്നൊരു ലോകം നമുക്കിനി വരാൻ പോവുകയാണ്. ഒരു ചരിത്രം പറഞ്ഞിട്ട് ആ ഒരു വിഷയം പ്രതിപാദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. അല്ലാഹുവിന്റെ ഹബീബേ, പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ നബിയേ, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. അല്ലാഹുവിന്റെ ഹബീബേ, സൂറന്ന കാഹളത്തിൽ അങ്ങോട്ട് ഇസ്രാഫീൽ ഊതിക്കഴിഞ്ഞാൽ സംഘം സംഘമായി പരലോകത്തേക്ക് മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളൊക്കെ കടന്നു വരുമെന്ന്, ജനങ്ങളൊക്കെ കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഈ സംഘം സംഘമായി കടന്നു വരിക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബേ, അതെന്താണ് അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളത്? സംഘം സംഘമായി കടന്നു വരിക എന്ന ആ ഒരു അർത്ഥം അല്ലാഹു എന്തുദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബേ അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് വിശദീകരിച്ചു തരുമോ റസൂലേ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞ് കരഞ്ഞ് അവസാനം അവിടുത്തെ താടിരോമം വരെ നനഞ്ഞു പോയി. എന്നിട്ട് പറയുന്നു, മുആദ് വലിയ സഅൽതനി അൻ അംരിൻ അളീം, വലിയ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് മുആദേ നീ എന്നോട് ചോദിച്ചിട്ടുള്ളത്. വല്ലാതെ വിശദീകരിച്ച് പറയേണ്ട രീതിയിൽ അർത്ഥവ്യാപ്തിയായി കിടക്കുന്ന വിഷയത്തെ സംബന്ധിച്ചുകൊണ്ടാണ് നീ എന്നോട് ചോദിച്ചിട്ടുള്ളത്. അത് നിനക്ക് ഞാൻ പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക, പഠിച്ചുകൊള്ളുക മുആദേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബറുകളിൽ നിന്ന് മനുഷ്യരെ അങ്ങോട്ട് പുനർജീവിപ്പിക്കുമ്പോ ആ സമയത്തതാ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വ സദഖൽ മുർസലൂൻ. എല്ലാ മനുഷ്യന്മാരെയും അല്ലാഹു തആല പരലോകത്തേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗം, ദുഷ്ടന്മാരാകുന്ന നീച പ്രവൃത്തികൾ ചെയ്ത ആളുകൾ അവർക്കൊക്കെ ഉറങ്ങാൻ ഖബറിൽ ഒരു സമയം അല്ലാഹു കൊടുക്കുമെന്നാണ്. ഒരു ഉറങ്ങാനുള്ള ഒരു സമയം അവസാനം അല്ലാഹു നൽകുമെന്നാണ്. മുഅ്മിനീങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി എഴുന്നേറ്റിട്ട് വരുമ്പോൾ കുറച്ച് ഇടങ്ങേറ് പിടിച്ച ആളുകൾ അവരിങ്ങനെ എഴുന്നേറ്റ് ചോദിക്കുകയാണ്. ഖാലു, അവർ പറയുകയാണ്, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹാദാ മാ വഅദർ റഹ്മാനു വ സദഖൽ മുർസലൂൻ. ഞങ്ങളുടെ നാശം, ഞങ്ങളുടെ ഖേദം, നല്ല ഒരു ഉറക്ക് ഞങ്ങൾക്ക് കുറച്ചു നേരം കിട്ടിയിട്ടുള്ളതാണ്. ഈ ഉറക്കിൽ നിന്ന് ആരാണ് ഞങ്ങളെ ശല്യപ്പെടുത്തിയത്? എന്തൊരു നഷ്ടമേ, വല്ലാത്ത ഖേദമേ എന്ന് പറഞ്ഞിട്ട് പൊടിയൊക്കെ തട്ടിയിട്ട് ശാപവാക്കും പറഞ്ഞുകൊണ്ട് അവർ എഴുന്നേറ്റിട്ട് വരുമ്പോ അവരോട് പറയുന്നത് ഹാദാ മാ വഅദർ റഹ്മാനു വ സദഖൽ മുർസലൂൻ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ദിവസമാകുന്നു. മുർസലീങ്ങളാകുന്ന അമ്പിയാക്കന്മാര്, നബിമാരൊക്കെ നിങ്ങളോട് സത്യമാക്കിയ ആ ഒരു ദിവസമാകുന്നു. നിങ്ങൾ പരലോകത്തേക്ക് കടന്നു ചെല്ലുകയാണ് എന്ന് പറയുമ്പോ
അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, എൻ്റെ ഉമ്മത്ത് എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യരും കടന്നു വരുന്നത് മുആദേ, മഹ്ശറയിലേക്ക് വരുന്നത് 12 വിഭാഗങ്ങളായിട്ട് അല്ലാഹു തആല അവരെ പുനർജീവിപ്പിച്ച് കൊണ്ടുവരും. മുആദ് 12 വിഭാഗങ്ങളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മഹ്ശറിൽ വിചാരണയ്ക്ക് കൊണ്ടുവരിക എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 12ൽ നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് നമ്മളൊന്ന് വിചിന്തനം നടത്തി ഒരു മാറ്റത്തിനുതകുന്ന ഒരു വഅദാകണം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 12 വിഭാഗം. അങ്ങനെ തന്നെ അല്ലാഹു തആല പരലോകത്തേക്ക് ആളുകളെ തട്ടുകയല്ല, 12 രീതിയിൽ 12 രൂപത്തിൽ അല്ലാഹു തആല മനുഷ്യരെ കൊണ്ടുവരികയാണ്. വല്ലാത്ത ഭയാനകരമായ പല കാഴ്ചകളും അതിൽ കാണാനുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒന്നാമത്തെ വിഭാഗം അതാ ഖബറിൽ നിന്ന് പരലോകത്തേക്ക് കടന്നു വരുമ്പോ മുആദേ ലൈസ ലഹും യദാനി വലാ റിജ്ലാൻ. ഒന്നാമത്തെ വിഭാഗം പരലോകത്തേക്ക് വരുമ്പോ അവർക്ക് 2 കൈയുണ്ടാവില്ല, 2 കാലും ഉണ്ടാവുകയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മനുഷ്യനെ ഖബറടക്കി കഴിഞ്ഞാൽ അവൻ മരണപ്പെടുന്ന സമയമാണെങ്കിലും ഖബറിൽ വെക്കുമ്പോഴാണെങ്കിലും അല്ലാഹു തആല 2 കൈയും കാലും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പരലോകത്തേക്ക് അവൻ കടന്നു വരുന്നത് വികലാംഗരുടെ രൂപത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൈസ ലഹും യദാനി വലാ റിജ്ലാൻ. 2 കൈയില്ലാതെ 2 കാലില്ലാതെ അവർ മഹ്ശറ വൻസബയിലേക്ക് കടന്നു വരികയാണ്. ആരായിരിക്കും സഹോദരങ്ങളെ ആ ഒരു വിഭാഗം? ആ സമയത്ത് അവിടെ വെച്ച് ചർച്ച നടക്കുമെന്നാണ്. മൻഹും വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, ഹാഉലാഇല്ലദീന യുഅ്ദൂനൽ ജീറാൻ. ഈ ഖബറിന്റെ അകത്തളത്തിൽ നിന്ന് 2 കൈയില്ലാതെ 2 കാലില്ലാതെ കടന്നു വരുന്നവരാരാ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിവരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയും, മുആദ് ഹൗലാഇല്ലദീന യുഅ്ദൂനൽ ജീറാൻ. അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണ് അവരെങ്കിൽ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന വല്ലാത്തൊരു അദാബാണ്. 2 കൈയില്ലാതെ 2 കാലില്ലാതെ റബ്ബിന്റെ കോടതിയിലേക്ക് വരിക എന്നുള്ളത്. അല്ലാഹു കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. ആ ഒരു വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതൊക്കെ പറയുമ്പോ ചിലപ്പോ ബുദ്ധിമുട്ട് തോന്നുന്ന ആളുകളൊക്കെ നമ്മുടെ സദസ്സിൽ ഉണ്ടായേക്കാം, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ ഈ സദസ്സ് കഴിഞ്ഞു പോകുമ്പോൾ മറക്കാൻ തയ്യാറാകണം. ആർക്കും ഒരു വാശി തോന്നാത്ത രീതിയിൽ നീ നരകത്തിലാണ് എന്നല്ല പറയേണ്ടത്, റബ്ബേ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചിട്ട് ആ ഒരു അയൽപക്ക ബന്ധം സുദൃഢമാക്കാൻ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എന്തൊക്കെയോ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവരാണെങ്കിൽ അവരുടെ അവസ്ഥ അങ്ങനെയാണ്. എന്താണ് അത്രമേൽ അയൽവാസിക്ക് പ്രത്യേകത? അക്രിം ജാറക വലൗ കാന കാഫിറാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിന്റെ അയൽവാസി മുസ്ലിം അല്ലാത്തവനാണെങ്കിലും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും നീ അവരെ സഹായിക്കുക എന്ന് പറയുന്നതിന്റെയും അപ്പുറത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, സ്വഹാബാ അവരെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം. അയൽവാസി ഏത് മതക്കാരനാണെങ്കിലും നിങ്ങൾ അവരെ ആദരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. നമുക്ക് എന്തൊക്കെയോ പ്രയാസമാണ്, ഒരു ഇല ഇങ്ങോട്ട് വീണാൻ പ്രശ്നമാണ്. അതുപോലെ തന്നെ വല്ല ചക്കയുടെയോ വല്ല വേസ്റ്റോ ഒക്കെ ഇങ്ങോട്ട് ചില കാലങ്ങളിലൊക്കെ പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ
അതിൻ്റെയൊക്കെ ഒരു മണം അടിച്ചാൽ പ്രശ്നമാണ്. വെറുതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ, അതല്ലാത്ത അവിശ്വാസികളാകുന്ന നല്ല അയൽവാസികളാകുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു കാലം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കൽ സഹൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ മഹാനാകുന്ന മനുഷ്യൻ, ബഹുമാനപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു അമുസ്ലിമായ സഹോദരനായിരുന്നു അയൽവാസിയായിട്ടുണ്ടായത്. നമുക്ക് ഒരുപാട് കാരണങ്ങൾ ഈ വഅദ് പറയുമ്പോൾ പറയാനുണ്ടാകും. ഉസ്താദെ, അവൾ അത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അത് ഇവൻ അങ്ങനെ പാരവെച്ചത് കൊണ്ടാണ്, ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, ഞങ്ങളാണ് ന്യായത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവരുണ്ടാകും. എന്നാൽ ഒരു കാര്യം പറയട്ടെ എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങളോടാണ് ഈ ചരിത്രം എനിക്ക് വളരെ വിശാലമായി പറയാനുള്ളത്. ബഹുമാനപ്പെട്ട സഹൽ റളിയല്ലാഹു തആല അൻഹു അവരുടെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഒരു ജൂതനായ മനുഷ്യനായിരുന്നു. എല്ലാ ദിവസവും ആ ജൂതനായ മനുഷ്യൻ അവിടുത്തെ വീട്ടിലുള്ള എല്ലാവിധ ചപ്പ് ചവറുകളും എല്ലാ മാലിന്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ എല്ലാവിധ നീചമായ വസ്തുക്കളും ഒക്കെ ഇട്ടിട്ട് ബഹുമാനപ്പെട്ടവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. സഹൽ റളിയല്ലാഹു തആല അൻഹു അവരുടെ വീട്ടിന്റെ മുമ്പിലേക്ക് വന്ന ഈ ചീഞ്ഞു നാറുന്ന മാലിന്യങ്ങൾ, ഈ വല്ലാത്ത വസ്തുക്കളെല്ലാം തന്റെ കൈ കൊണ്ട് വൃത്തിയാക്കിയിട്ട് അത് കളയുമായിരുന്നു. ഇങ്ങോട്ടിട്ടാൽ പലിശയും കൂട്ടുപലിശയും ഇങ്ങോട്ടിട്ട് കൊടുക്കാൻ പാടില്ല. ഒരു ഇല ഇങ്ങോട്ട് വീണാൽ ഇവിടെയുള്ളത് തികച്ച് അങ്ങോട്ട് തട്ടിക്കൊടുക്കുന്ന പലിശയും കൂട്ടുപലിശയും കൊടുക്കുന്ന സ്വഭാവം നമ്മളിലുണ്ട്. അല്ലാഹു കാത്തു സലാമത്താക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവർ ചെയ്യുന്നത് തന്റെ കൈകൾ കൊണ്ട് ആ മാലിന്യങ്ങളൊക്കെ എടുത്തിട്ടതാ വൃത്തിയാക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കാലങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം അതാ സഹൽ റളിയല്ലാഹു അൻഹുവിന് മാരകമായ ഒരു അസുഖം പിടിപെട്ട് അങ്ങനെ കിടപ്പിലായി. കച്ചറകളും വേസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സമയത്ത് സഹൽ റളിയല്ലാഹു അൻഹു പറയുകയാണ് തന്റെ മകനെ വിളിച്ചിട്ട്, മോനെ, നമ്മുടെ അയൽവാസിയാകുന്ന ജൂതനാകുന്ന മനുഷ്യനെ ഒന്ന് വിളിച്ചിട്ട് വരണം, ഉപ്പ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കുകയാണ്. ആ മകൻ സന്തോഷത്തോടുകൂടി ജൂതനാകുന്ന അയൽവാസിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഒന്ന് എന്റെ വീട് വരെ വരണം, ഉപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്, അങ്ങയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്ക് മനുഷ്യൻ വല്ലാതെ ഞെട്ടിത്തെറിച്ചു പോവുകയാണ്. എന്താണ് ഈ കേൾക്കുന്നത്? നാളിതുവരെ ഞാൻ ബുദ്ധിമുട്ടിച്ചതിനൊക്കെ എന്നോട് പകരം ചോദിക്കാൻ വിളിക്കുകയാണോ? കണക്ക് ചോദിക്കാൻ വിളിക്കുകയാണോ? എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് വല്ലാതെ ഭയത്തോടുകൂടി ഈ മനുഷ്യൻ സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. സഹൽ റളിയല്ലാഹു തആല അൻഹു വരണം, ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടതാ വലിയ ബഹുമാനത്തോടുകൂടി ആ ജൂതനായ മനുഷ്യനെ പിടിച്ചിരുത്തുകയാണ്. ഇരുത്തിയിട്ട് പറയുകയാണ്, അല്ലയോ സഹോദരാ, നാളിതുവരെ നിന്റെ വീട്ടിൽ നിന്ന് നീ എന്റെ വീട്ടിലേക്ക് അഴിച്ചുവിട്ട മാലിന്യങ്ങൾ, ചപ്പ് ചവറുകളെല്ലാം എന്റെ കൈ കൊണ്ട് ഞാൻ വൃത്തിയാക്കിയിരുന്നു സഹോദരാ. അതുകൊണ്ട് ഒരു കാര്യം നീ ശ്രദ്ധിക്കുക, ഇനി മുതൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. എനിക്ക് കഴിയുന്നില്ല വൃത്തിയാക്കാൻ, ഞാൻ രോഗിയാണ് സഹോദര, അതുകൊണ്ട് നീ ഒന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, അല്ലയോ മഹാനുഭാവനാകുന്ന മനുഷ്യ, നാളിതുവരെ നിങ്ങളുടെ വീട്ടിലേക്ക് ചപ്പ് ചവറുകളും വേസ്റ്റുകളുമെല്ലാം അഴിച്ചുവിട്ടതിന്, ദുർഗന്ധം പരത്തിയതിന് നിങ്ങൾക്ക് എന്നോട് ഒരു ദേഷ്യവും തോന്നുന്നില്ലേ? ആ സമയത്ത് സഹൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, മനുഷ്യ, എൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിൽ പോലും അവനിൽ നിന്ന് എന്ത് ബുദ്ധിമുട്ട് നിന്നിലേക്ക് വന്നു പോയാൽ പോലും നീ അവരുമായി തർക്കിക്കരുത്, അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണമെന്ന് പറഞ്ഞ നേതാവിന്റെ അനുയായിയാണ് ഞാൻ. അതുകൊണ്ട് നിന്നെ എനിക്ക് വെറുക്കാൻ സാധ്യമല്ല. ഇത് കേൾക്കേണ്ട താമസം ആ മനുഷ്യൻ ഇരുന്നിടത്ത് നിന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി ആ മനുഷ്യൻ അവിടെ നിന്ന് ദുആ വസിയത്തും ചെയ്തിട്ട് മുഅ്മിനായിട്ടാണ് സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയതെങ്കിൽ അവിടെ അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചത് വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന് പറയുന്ന ഒരു പ്രതീതിയായിരുന്നു ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചത് എങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും. ബഹുമാനപ്പെട്ടവർ അവിടെ ആ ഒരു സംയമനം പാലിച്ചപ്പോൾ വലിയ ഖൈർ അവിടെ ഉണ്ടായി നമ്മൾ കണ്ടില്ലേ എൻ്റെ മുഅ്മിനീങ്ങളെ. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അത് തിരിച്ചടിക്കാനുള്ള ഒരു പഴുതായി കാണാൻ പാടുള്ളതല്ല. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിന്റെ വീട്ടിൽ നീ വല്ല പഴവർഗ്ഗങ്ങളും വാങ്ങിയാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അയൽവാസിയുടെ മഹത്വത്തെ കുറിച്ചിട്ട് പറയാൻ, വല്ലതും വാങ്ങിയാൽ ഫഹ്ദിലഹു, നിന്റെ അയൽവാസിക്ക് നീ ദാനം ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ലോകത്തെ ഏതൊരു നേതാവിന് ഇങ്ങനെ പറഞ്ഞു തരാൻ കഴിയും എൻ്റെ മുഅ്മിനീങ്ങളെ? അള്ളാഹിന്റെ ഹബീബ് എന്നിട്ട് പറയാം. അപ്പൊ ചിലര് പറയും, ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനം മാത്രമേ ഉള്ളൂ, കൊടുക്കാൻ കഴിയില്ല, പ്രശ്നമാണ്, പ്രയാസമാണ്. എന്നാലും അള്ളാഹിന്റെ ഹബീബ് പറയാം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അയൽവാസികളുടെ ശ്രദ്ധ പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ വാങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ രഹസ്യമായി കഴിക്കണമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവരാരും കാണരുത്, അയൽവാസിയുടെ മക്കൾ കണ്ടുപോകരുത്. വളരെ രഹസ്യമായ രീതിയിൽ നിങ്ങൾക്ക് പോലും എത്തുകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വളരെ രഹസ്യമായിട്ട് നിങ്ങൾ കഴിക്കണമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അത്രമേൽ അയൽവക്ക ബന്ധം എന്ന് പറയുന്നത് വിശാലമാണ്, സുദൃഢമാണ്. അല്ലാഹു തആല അയൽവക്ക ബന്ധം നിലനിർത്തുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ വീടുകൾ തമ്മിൽ അതിരുകൾ നിശ്ചയിച്ചതിന്റെ പേരിൽ നേരം വെളുത്ത് നോക്കുമ്പോൾ കുറച്ചപ്പുറം ഉണ്ടായാൽ അതിൽ കുറച്ച് ഇങ്ങോട്ട് എത്തിയിട്ട് കാണാം. ഇത് കറാമത്തല്ല, ഏതെങ്കിലും മഹാന്മാർ ഇറങ്ങിയതല്ല. ഭൂമിയുടെ പേരിൽ, അതിരിന്റെ പേരിലൊക്കെ പല കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുമ്പോ നാളെ നമ്മൾ മരിക്കേണ്ടവരാണ്. മഹ്ശറിൽ നമ്മൾ എഴുന്നേറ്റ് വരേണ്ടവരാണ്. രണ്ട് കൈയില്ലാതെ രണ്ട് കാലില്ലാതെ എഴുന്നേറ്റ് വരേണ്ടവരാണെന്നുള്ള ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, അത്തരം കർമ്മങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുആദ്, രണ്ടാമത് മഹ്ശറയിലേക്ക് കടന്നു വരുന്ന അടുത്ത ഒരു രൂപം, ഒന്നാമത്തത് രണ്ട് കൈയില്ല, രണ്ട് കാലില്ല, അങ്ങനെയാണ് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണ് എന്ന്. ബന്ധങ്ങൾക്ക് വലിയ പരിഗണന അല്ലാഹുവിന്റെ ഹബീബ് നൽകിയത് കൊണ്ടാണ് ആദ്യം ആ വിഷയം തന്നെ പറഞ്ഞിട്ടുള്ളത്. അതാണ് മതത്തിന്റെ മാനസിക മുഖം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മതത്തിന്റെ മാനുഷികമായ മുഖങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുമ്പോഴാണ് ഇതൊക്കെയോ പറഞ്ഞിട്ട് കൊളാക്കിയിട്ട് എല്ലാ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖബറിൽ നിന്ന് രണ്ടാമത് എഴുന്നേറ്റ് വരുന്ന വിഭാഗം അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മുആദേ, രണ്ടാമത്തെ വിഭാഗം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് വളരെ സുഖമായി സുന്ദരമായിട്ടല്ല അവർ കടന്നു വരുന്നത്. അലാ സൂറത്തിൽ ഖനാസീർ, പന്നിയുടെ കോലത്തിൽ കടന്നു വരും. ഖബറിന്റെ കത്തളത്തിൽ വെക്കുമ്പോ പന്നിയുടെ രൂപമല്ല ആ മനുഷ്യൻ ഉണ്ടായിരുന്നത്. ഉമ്മ പ്രസവിച്ചപ്പോൾ പന്നിയുടെ രൂപമായിരുന്നില്ല, മരണപ്പെടുമ്പോൾ പന്നിയുടെ രൂപമായിരുന്നില്ല. പക്ഷേ ആ മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് വരുമ്പോ നമ്മുടെ ചുറ്റുഭാഗത്ത് എത്രത്തോളം മൈതാനികളുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. ഈ മഹല്ലിന്റെ മൈതാനിയിൽ മറവിട്ട് കിടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങള് അല്ലാഹുവിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടുത്തെ മഹാനുഭാവന്റെ എല്ലാവിധ ബറക്കത്തും അല്ലാഹു ഈ നാട്ടിൽ ഇറക്കി തരുമാറാകട്ടെ. എന്നാൽ ചില ആളുകൾ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രണ്ടാമത്തെ വിഭാഗം മുആദേ, അവർ കടന്നു വരുന്നത് അലാ സൂറത്തിൽ ഖനാസീർ, പന്നിയുടെ രൂപത്തിൽ അവർ കടന്നു വരികയാണ്. ഈ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് മുഅ്മിനീങ്ങളെ.
നമ്മൾ ആ തെറ്റ് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുമത്രേ, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, ഹൗലാഇല്ലദീന യതഹാവനൂന ബിസ്സലാഹ്. നിസ്കാരത്തെ അലംഭാവമായി കണ്ട ആളുകൾ, നിസ്കാരത്തെ നിസ്സാരമാക്കിയ ആളുകൾ, നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ അത് രണ്ടാം നമ്പറായി കണ്ട ആളുകളാണെങ്കിൽ, നിസ്കരിക്കാത്തവനാണ് എങ്കിൽ നിസ്കാരത്തോട് പുച്ഛം, നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല, എത്ര നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന്, കാര്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ്. നമ്മളാരും പരസ്പരം പറയേണ്ടതില്ല. ചില ആളുകൾ പരസ്പരം പറയില്ലേ, നീ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല, അത് തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ്. അഹ്കമുൽ ഹാക്കിമീൻ അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തീരുമാനിക്കേണ്ടത്. എന്നാൽ നിസ്കാരത്തെ നിസ്സാരമാക്കിയ ആളുകൾ, സ്വന്തം ജീവിതത്തിൽ നിസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ, മറ്റുള്ളവരുടെ ഇബാദത്തുകൾ നോക്കി പുച്ഛിക്കുന്ന ആളുകളാണെങ്കിൽ, അതൊക്കെ ഒരു പരിഹാസ്യരൂപമായി കാണുന്ന ആളുകളാണെങ്കിൽ, അവർ അലാ സൂറത്തിൽ ഖനാസീർ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പന്നിയുടെ രൂപത്തിലായിട്ടായിരിക്കും അവർ കടന്നു വരിക. നമ്മുടെ വീട്ടിൽ ഇന്ന് സുബഹി നിസ്കരിച്ച എത്ര ആളുകളുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിൽ നിയത്ത് ചെയ്ത് നോക്കിയ സഹോദരിമാര്. നമ്മളിങ്ങനെ കേട്ടുപോയിട്ട് മാത്രം കാര്യമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ ആരൊക്കെയാണ് സുബഹി നിസ്കരിക്കാതിരുന്നവര് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ബേജാറാണ്, പറയാൻ പേടിയാണ്. അങ്ങനെ പറയാ കുട്ടിയോട്, അവൻ ചൂടാകില്ലേ, അവൻ ഞങ്ങളെ ഇട്ടിട്ട് പോകില്ലേ എന്ന്. എന്തിനാണ് അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യം? ആ മകൻ കടന്നു വരുന്നതിന് മുമ്പും അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് നൽകിയിട്ടുണ്ട്. വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. അല്ലാഹുവിന്റെ റിസ്ഖാണ് ഏറ്റവും ഖൈറായ റിസ്ക് എന്ന് പറയുന്നത്. അവശേഷിക്കുന്ന റിസ്ഖും അല്ലാഹുവിന്റേതാകുന്നു. മക്കൾ നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ പിതാവ് അങ്ങനെ പോയി വിളിച്ചാൽ പറയും, ഉമ്മ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും. ചില ഭാഗത്ത് അങ്ങനെയാണ്, ഉറങ്ങിക്കോട്ടപ്പ, ഓൻ ഇന്നലെ രാത്രി വന്നതല്ലേ, സുബഹി കഴിഞ്ഞിട്ടുണ്ടാകും, രാത്രി ഒരുപാട് കഷ്ടപ്പെട്ട്. എന്ത് കഷ്ടപ്പെടല്? രാത്രിയുടെ യാമങ്ങളിൽ മുഅ്മിനീങ്ങളെ ടർഫുകളിൽ കളി വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഒരു സഹോദരൻ, അല്ലാഹു ആ സഹോദരന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ സഹോദരൻ നല്ല ഇബാദത്തുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇതുപോലെ ഒരു രാത്രി കാലത്ത് ടർഫ് കളിക്കാൻ വേണ്ടി പോയി നല്ലവണ്ണം ശരീരത്തെ സ്ട്രെയിൻ എടുപ്പിക്കുകയാണ്. സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിന് ഒരു പ്രകൃതിയുണ്ട്. അസർ കഴിഞ്ഞ് മഗ്രിബായി കഴിഞ്ഞാൽ നമ്മുടെ ഓരോ അവയവവും ഉറങ്ങാൻ വേണ്ടി, റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പാകപ്പെട്ട് വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് പടയിൽ പണിക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? വല്ലാതെ സ്ട്രെയിൻ എടുപ്പിക്കുകയാണ്. അങ്ങനെ സ്ട്രെയിൻ എടുത്തിട്ട് ഈ ചെറുപ്പക്കാരനാകുന്ന ആ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് കളിച്ചു. അങ്ങനെ കളിച്ചിട്ട് സുബഹി, ആ സഹോദരൻ മറ്റുള്ളവരെ പോലെയല്ല, സുബഹിയൊക്കെ നിസ്കരിക്കുന്ന ആളാണ്. വീട്ടിലേക്ക് വന്ന ഉടനെ വെള്ളം അങ്ങോട്ട് എടുത്ത് വലിച്ചു കുടിച്ചു. ഒരിക്കലും ഹൃദയം ഇടിക്കുന്ന സമയത്ത്, വല്ലാതെ കിതക്കുന്ന സമയത്ത് വെള്ളം വലിച്ചു കുടിക്കാൻ പാടില്ല. ഹർറമയ്യത്ത, പെട്ടെന്ന് തന്നെ ഔട്ടായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കുട്ടി അങ്ങനെ കുടിക്കുകയും പെട്ടെന്ന് തന്നെ പോയി കടന്നു. സുബഹി നിസ്കരിച്ചു. പെട്ടെന്ന് എന്തോ ഒരു നെഞ്ചിന് വല്ലാത്തൊരു വിഷമം, വല്ലാത്തൊരു. ഉമ്മയെ വിളിച്ചു. അവിടെ തന്നെ കുഴഞ്ഞു വീണ ആ സഹോദരൻ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് മരണങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ നമ്മുടെ ഹാർട്ട് അത് നല്ലവണ്ണം റെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. ആ സമയത്ത് അതിന് വലിയ പ്രവർത്തനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ടർഫുകളിലുള്ള കളികളൊക്കെ ഒന്നും വെറുപ്പ് കൊണ്ട് പറയുന്നതല്ല, ഉപകാരമായിട്ട് പറയാൻ. പകൽ സമയത്തൊക്കെ കളിക്കാലോ, ആ സമയത്ത് കിടന്നുറങ്ങും. പകലിൽ ഉറക്കും, രാത്രിയിൽ ഉണർച്ചയും. പാതിരാക്കോഴി എന്നൊക്കെ പറയലുണ്ട്. നമ്മൾ നേരിട്ട് കാണാൻ തുടങ്ങി. പാതിരാക്കോഴി എന്ന് പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ, നമ്മളൊക്കെ നേരിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാലത്തിലാണുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ സമയത്ത് നല്ലവണ്ണം റെസ്റ്റ് എടുക്കേണ്ട സമയം.
ആ സമയത്ത് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ കളിച്ച് ചിരിച്ച് രസിച്ച് സുഖിച്ച് രമിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് നടന്നിട്ട് സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോ മൃഗങ്ങൾ കിടന്നുറങ്ങുന്നത് പോലെ ആ സമയത്ത് കിടന്നുറങ്ങുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരൊക്കെ വീട്ടിൽ കൂർക്കം വിരിച്ച് ഉറങ്ങുന്ന സമയത്ത് ചില ഉമ്മമാര് പറയുന്നത്, ഇത്തിക്കാഫിന് പോയി വന്നിരുന്ന ക്ഷീണമല്ലല്ലോ, അവൻ ഉറങ്ങിക്കോട്ടെ എന്നാ പറയാ. ഈ ഉമ്മ നാളെ പരലോകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ സന്താനവും ഈ ഉമ്മയും കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് എന്താ ചെയ്യാ? ഉമ്മാക്ക് മുത്തം കൊടുക്കലാമോ ചെയ്യുന്നത്? ഉമ്മയെ കിടത്തിയിട്ട് പറയുകയാണ്, ഉമ്മയുടെ മാറിടത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് പറയുന്നു, അല്ലാഹ്, ഈ ഉമ്മ കാരണമാണ് റബ്ബേ ഞാൻ നശിച്ചു പോയത്, എന്നെ നാശത്തിലേക്ക് അയച്ചത്. നൊന്ത് പ്രസവിച്ച ഉമ്മയെ കുറിച്ചാണ് ഈ മകൻ അവിടെ നിന്നിട്ട് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നൊന്ത് പ്രസവിച്ച മാതാവിന്റെ നെഞ്ചത്തേക്ക് ഞാനൊന്ന് ചവിട്ടട്ടെ അല്ലാഹ്, ഈ ഉമ്മ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പരലോകത്ത് നിന്ന് മക്കൾ തിരിഞ്ഞു കൊത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകം വെറുതെ വളർത്തിക്കൊണ്ടുവരണോ? ദുനിയാവിൽ നിന്ന് തന്നെ നരകത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, വീട്ടിൽ അങ്ങനെയുള്ള മക്കൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ബറക്കത്തിറങ്ങുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഇങ്ങനെ ചോദിക്കുക, അല്ലാഹു ബറക്കത്ത് തരണേ അല്ലാഹ്. ഉസ്താദെ ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട് ഉസ്താദെ, അല്ലാഹു ഇതൊന്ന് കേൾക്കുന്നില്ലേ? പരാതി എവിടെ? ഈ ദുആ സ്വീകരിക്കൽ എങ്ങനെ? കിടന്നുറങ്ങുകയാണ്. ശൈത്താൻ മൂത്രമൊഴിക്കും. സുബ്ഹി നിസ്കരിക്കാത്തവന്റെ ഇരു ചെവികളിൽ ശൈത്താൻ മൂത്രമൊഴിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ എന്ത് കാര്യം തുടങ്ങിയാലും എന്തെങ്കിലും ഒരു തട്ടുകേട് ഉണ്ടാകും. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രശ്നം അവന് നേരിട്ട് കൊണ്ടേയിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല റാഹത്താകണമെങ്കിൽ അന്നത്തെ സുബ്ഹി നിസ്കാരം അത് റെഡിയാവണം. നമ്മുടെ പള്ളിയിലൊക്കെ ഉസ്താദ് അത്യാവശ്യം ആളുണ്ടാവുമല്ലോ അല്ലേ? എത്ര ഉണ്ടാവും ആള്? എത്ര സഫ് ഉണ്ടാവും? 2-3 സഫ് ഉണ്ടാവും. 10-6 വലിയ വീതിയുള്ള നാടാണ്. മറ്റു പള്ളികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അൽഹംദുലില്ലാ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അല്ലാഹു തആല നിലനിർത്തുമാറാകട്ടെ. എന്നാലും വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകൾ ഉണ്ടാകും. അത്തരം ആളുകൾ നാട്ടിലുണ്ടെങ്കിൽ, ഒരു വീട്ടിലുണ്ടെങ്കിൽ, ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടുകാർക്ക് ബറക്കത്ത് കേടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ നാട്ടിൽ അല്ലാഹുവിന്റെ ബറക്കത്ത് ശരിക്കിറങ്ങാൻ തച്ച് പുറത്താക്കണം എന്നാണ്, ഔട്ടടിക്കണം എന്നാണ്. ആ നാട്ടിൽ ബറക്കത്തിറങ്ങണമെങ്കിൽ അത്തരക്കാരെ മാറ്റി നിർത്തണം. വെറുതെ പറയുന്നതല്ല. ഒരിക്കൽ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, പള്ളി ഉണ്ട്, അത് നിലനിർത്തട്ടെ അല്ലാഹു തആല. ഒരിക്കൽ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. ആ പെണ്ണ് വന്നിട്ട് പറയുന്നു, മൂസാ നബിയെ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, അതിലെനിക്കൊരു കുട്ടിയും ഉണ്ടായിട്ടുണ്ട്, അതിനെ ഞാൻ പ്രസവിക്കുകയും കൊന്നുകളയുകയും ചെയ്തു. വ്യഭിചരിച്ചു, അതിലുണ്ടായ കുട്ടിയെ എന്ത് ചെയ്തു? കൊന്നുകളയുകയും ചെയ്തു. പക്ഷെ എന്റെ മനസ്സിന് സമാധാനമില്ല. എവിടെയോ എന്തോ ഒരു തിരിച്ചറിവ് എന്റെ ഖൽബിൽ വന്നുപോയി. അങ്ങനെ ഞാൻ അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി എന്റെ കണ്ണുനീര് വറ്റിയിട്ടില്ല. അതുകൊണ്ട് മൂസാ നബി, എനിക്ക് തൗബയുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു സഹോദരി വന്നിട്ട് പറയുമ്പോ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പെണ്ണെ, എന്റെ മുമ്പിൽ നിന്ന് നീ കടന്നു പോവുക. ഒരു സമയം പോലും നീ ഈ മൂസയുടെ മുമ്പിൽ നിൽക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ നബിയാണ് ഞാനെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു എങ്ങാനും അദാബ് ഇറക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു. പെണ്ണെ, നീ വ്യഭിചാരം ചെയ്തവളാണ്, അതിലുണ്ടായ സന്താനത്തെ കൊന്നവളാണ്, അത്രമേൽ വലിയ പാതകം ചെയ്തിട്ട് കടന്നു വന്ന പെണ്ണെ, നീ കടന്നു പോവുക. ഈ നാട്ടിൽ നിന്നെ കൊണ്ട് ഒരു അദാബും നീ വരുത്തി വെക്കല്ല. അതുകൊണ്ട് നീ തിരിച്ചു പോവുക എന്ന് പറഞ്ഞ് ആട്ടി പറഞ്ഞേക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം
കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, മൂസാ നബിയെ, അങ്ങെന്തിനാണ് ആ പെണ്ണിനെ മടക്കി അയച്ചത് മൂസാ നബിയെ? എത്രയോ ആളുകളെ ഈ നാട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കാനുണ്ട്. ആ പെണ്ണ് വലിയ ദോഷം ചെയ്തവൾ തന്നെയാകുന്നു. പക്ഷേ അവൾ അല്ലാഹുവിലേക്ക് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞവളാണ്. അവൾ തൗബ ചെയ്തവളാണ്. അതിനേക്കാൾ വൃത്തികെട്ട മഹാപാതകം ചെയ്യുന്ന ആളുകൾ, തൗബ ചെയ്യാത്ത ആളുകൾ ഈ നാട്ടിൽ ഉണ്ടായിരിക്കവേ എന്തിനാ സഹോദരിയെ പറഞ്ഞയച്ചു മൂസാ നബിയെ മറുപടി പറയണമെന്ന് പറഞ്ഞപ്പോ മൂസാ നബി അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട്, അതിനേക്കാളൊക്കെ വലിയ തെറ്റെന്താണ് ജിബ്രീലേ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാഷ്ടാംഗം അർപ്പിക്കുക എന്ന നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയ നിസ്കാരങ്ങൾ. നമുക്ക് 5 വക്ത് നിസ്കാരം നമുക്കുണ്ട്. മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് അവരുടേതായ രീതിയിലും നിസ്കാരങ്ങൾ നിർബന്ധമാക്കിയിട്ടും ഉണ്ട്. ആ നിസ്കാരം നിസ്കരിക്കാത്ത ആളുകൾ ഈ നാട്ടിൽ ഉണ്ടായിരിക്കവേ ഈ നാട്ടിൽ എങ്ങനെയാണ് ബറക്കത്തിറങ്ങുക മൂസാ നബിയെ? ആ പെണ്ണിനെ പറഞ്ഞയക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിസ്കരിക്കാത്ത ആളുകളെ ഈ നാട്ടിൽ നിന്ന് അങ്ങ് പുറത്താക്കേണ്ടതായിരുന്നു. അവർ വ്യഭിചാരികളെക്കാൾ കൊടും പാപികളാണെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ നാട്ടിൽ വ്യഭിചാരത്തെക്കാൾ വലിയ പാതകം ചെയ്തവരാണ് നിസ്കരിക്കാത്ത ആളുകൾ എന്ന് പറയുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാറാൻ തയ്യാറാണെങ്കിൽ കാര്യമുണ്ട്. ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ണുരുട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ചിരിച്ചിട്ടും പറയാ, ഗൗരവത്തോടെ പറയാ, കരഞ്ഞിട്ടും പറയാ. എങ്ങനെയോ അല്ലാഹുവിന്റെ ദീൻ അത് പറഞ്ഞേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് പന്നിയുടെ കോലം, ഈ കോലം അല്ലാഹു മാറ്റിയിട്ട് പന്നിയുടെ രൂപത്തിലാണ് സഹോദരിമാരെ നമ്മൾ പരലോകത്തേക്ക് കടന്നു വരേണ്ടത് എന്നുള്ളത്. അങ്ങനെ വേണോ അല്ലേ വേണ്ടേ എന്നൊന്ന് ചിന്തിക്കേണ്ട സദസ്സാണ് ഈ സദസ്സ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിസ്കരിക്കാത്ത ആരും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ദൃഢനിശ്ചയം എടുത്തിട്ട് സഹോദരങ്ങളൊക്കെ പള്ളിയിലേക്ക് വരുമ്പോ ആ മക്കളൊക്കെ ഒന്ന് പള്ളിയിലേക്ക് കൂട്ടിയിട്ട് വരാൻ ഒരു മനസ്സ് കാണിക്കണം. ഇന്ന് പൊതുവെ ഒരു ട്രെൻഡാണ്. എന്താന്ന് വെച്ചാല് ഈ ചെറിയ മുട്ടിൽ നിന്ന് എഴയുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെല്ലാം എടുത്തിട്ട് പള്ളി കൊണ്ടുവരും. എന്നാലോ കുറച്ച് വലിയ സൈസ് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും, പോത്ത് കിടന്നുറങ്ങുന്ന പോലെ ഉറങ്ങുന്നുണ്ടാവും. അതിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഉപ്പാക്ക് ഈ ചെറിയ മക്കള് പള്ളിയിൽ വരും. വരണ്ട എന്ന് പറയുമ്പോ ഉസ്താദെ ഹസൻ ഹുസൈൻ ഒക്കെ വന്നിട്ടില്ലേ, അതൊക്കെ കണ്ടവരാണ് മഹാന്മാരാകുന്ന ഇമാമികൾ. അത് വേറെ ഒരു ചർച്ചയാണ്. അതൊക്കെ പഠിച്ച ഇമാമിങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന മസ്അല, ഈ ചെറിയ എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു മക്കളെ നിങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവരൽ കറാഹത്താണ്, കൊണ്ടുവരാൻ പാടില്ല. എന്തേ കാരണം? പള്ളി അവർക്ക് നിഷിദ്ധമാക്കിയത് കൊണ്ടൊന്നും അല്ല, മറിച്ച് അവർ വല്ല അപകടത്തിലേക്കും ചെന്ന് വീഴാൻ വലിയ സാധ്യതയുണ്ട്. എത്രയോ പള്ളികളിൽ ഹൗദിൽ മുങ്ങി മരിച്ച കുട്ടികളുണ്ട്. അതുപോലെ തന്നെ സമീപത്തുള്ള കുളത്തിലേക്ക് എടുത്ത് ചാടിയ കുട്ടികൾ. നിസ്കരിക്കാൻ കൈകിട്ടിയാൽ പിന്നെ കുട്ടിയെ നോക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ആ കുട്ടി നജസാക്കാൻ വല്ല അതിന് പെട്ടെന്ന് മൂത്രമൊഴിക്കാനൊക്കെ വിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പള്ളിയിൽ ആയിപ്പോകാൻ സാധ്യതയുണ്ട്. കുട്ടിക്ക് അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ കൊണ്ടുവന്ന ആൾക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. അതിന് സാധ്യതയുള്ളത് കൊണ്ട് കറാഹത്താണ്. ഇനിയോ ആ കുട്ടി ഉറപ്പായും കച്ചറയാക്കുന്ന ഒരു കുട്ടിയാണ്, അതിനെയാണ് കെട്ടിവലിച്ച് കൊണ്ടുവന്നതെങ്കിൽ അത് ഹറാമും ആകുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. അത് ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ട് നിസ്കരിക്കേണ്ട കുറെ എണ്ണം വീട്ടിൽ കടന്നുറങ്ങുക, അതിനൊന്നും കൊണ്ടുവരാതിരിക്കുക. മക്കളെ വിരലുമ്പിൽ പിടിക്കേണ്ട പ്രായത്തിൽ പിടിക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പിന്നെ 2 കൈ കൊണ്ട് പിടിച്ചാലും കിട്ടില്ല, കാലുകൊണ്ട് പിടിച്ചാലും കിട്ടില്ല, ആന വന്ന് വലിച്ചാലും കിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അങ്ങനെ മക്കളൊക്കെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ, ജമാഅത്തായ നിസ്കാരങ്ങളൊക്കെ പങ്കെടുപ്പിക്കാൻ നമ്മൾ മദ്രസയിലൊക്കെ നമ്മൾ വരുന്നു പോകുന്നു. അതിനൊക്കെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാകണം. സ്കൂൾ പൂട്ടിയ സമയമാണല്ലോ, സ്കൂൾ പൂട്ടിയ സമയമാണ്. എത്ര മക്കൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ആ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, സ്ഥിരമായി ജമാഅത്തിന് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ആ മക്കൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ കൊടുക്കാൻ, ഞാൻ കൊടുക്കാം ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റെടുത്താൽ അതൊക്കെ വലിയ ഖൈറാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിച്ച് പറയല്ല, നമ്മുടെ നാട് അത് ബറക്കത്തുള്ളതാകണമെങ്കിൽ. എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ, ചില ഉമ്മമാര് പറയാറുണ്ട്, ഉസ്താദെ 5 മക്കള്, എത്രയുണ്ട്? 5 മക്കള്, ഒന്നിനെ കൊണ്ടൊരു ഗുണമില്ല ഉസ്താദെ. 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ അപ്പുറത്തെ നബീസാക്ക് ഒറ്റൊരുത്തനേ ഉള്ളൂ.
ആ ഒരുത്തൻ ആ വീടിന് മതി, ആ തറവാടിന് മതി, ഈ നാട്ടിന് മതി. 5 ഉണ്ടായിട്ട് ഒരു സമയത്ത് ഒരു ഉപകാരത്തിന് പോലും ഇതിനെ കിട്ടൂല. പിന്നെ അപ്പുറത്തെ അച്ചക്കിനെ കിട്ടുക എന്നൊരു ഉപകാരത്തിന്. അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഒരു മനുഷ്യനിലുള്ള ബറക്കത്ത് അവന്റെ വീട്ടിലേക്ക് അത് പ്രകാശിക്കുന്നു. ഒറ്റ ഒരുത്തനേ ഉള്ളൂ, അവന്റെ നാട്ടിലേക്ക് അത് പ്രകാശിക്കുന്നു. നാട്ടുകാർക്കൊക്കെ അത് കിട്ടുന്നുണ്ടെങ്കിൽ അവൻ ബറക്കത്തുള്ളവനാണ്. 5 വീട്ടിലുണ്ട്, ഒരു കാര്യമില്ല. എന്തുകൊണ്ട് നിസ്കരിക്കുന്നില്ല? 5 പെറ്റു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാര്യമില്ലാതായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളൊക്കെ നിസ്കരിക്കുന്നവരാണോ എന്നുള്ള ഒരു ബോധ്യമുണ്ടാകണം. നിസ്കരിക്കുന്നവർക്കാണ് നരകമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നിസ്കരിക്കണ്ട എന്നല്ല അപ്പറഞ്ഞതിന്റെ അർത്ഥം. എങ്ങനെയുള്ള നിസ്കാരക്കാരാണ്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവർ തങ്ങളുടെ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണെന്ന് പരിശുദ്ധ ഖുർആൻ. നിസ്കരിക്കേ വേണ്ട എന്ന് പറയരുത്. അവരുടെ ഗതി അധോഗതിയാണ്. നിസ്കരിക്കുന്ന ഈ ഗതിയാണെങ്കിൽ അവർക്ക് അധോഗതിയാകുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തങ്ങളുടെ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാകുക, വക്തി നിസ്കരിക്കാതെ ഖളാ ആക്കുക. അതുപോലെ നിസ്കരിക്കുമ്പോൾ കൈകെട്ടിയാൽ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഡ്രൈവറാണ് ഉസ്താദെ, കൈകെട്ടിയാൽ സ്റ്റയറിംഗ് പിടിക്കുന്നതാണ് ഓർമ്മ വരിക. അങ്ങനെയാണ് കൽബ്. വളരെ കൂളായിട്ട് പറയാൻ, അതൊന്നും ഒരു വിഷയമല്ലാത്ത രൂപത്തിൽ പറയാം. അങ്ങനെയൊക്കെ നിസ്കരിക്കുമ്പോ അതിൻ്റെതായ ശിക്ഷ അള്ളാഹുവിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ്. എപ്പോഴും അള്ളാഹുവിലേക്ക് കൽബ് കൊടുത്തിട്ട് നിസ്കരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. സമയത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു സഹാബി വര്യൻ അവിടുത്തെ സഹോദരിയുടെ ഖബറടക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്, എന്തോ തന്റെ ഒരു പണസഞ്ചി കാണാനില്ല, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എവിടെയും തിരഞ്ഞിട്ട് കാണുന്നില്ല. അങ്ങനെ ആ സഹോദരൻ തന്റെ സഹോദരിയുടെ ഖബർ ലക്ഷ്യം വെച്ചിട്ട് നീങ്ങാൻ. അങ്ങനെ അദ്ദേഹത്തിന് ഓർമ്മ വരാൻ, ഖബറിന്റെ ഉള്ളിലാണ് ഇതുള്ളത് എന്നുള്ളത് ഓർമ്മ വരികയും ബഹുമാനപ്പെട്ടവർ ആ ഖബർ ഇങ്ങനെ മാന്തി ആ ഒരു പണക്കിഴി എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. ആ ഖബർ മുഴുവനും തീയായി നിറഞ്ഞിരിക്കുകയാണ്. തീ കൊണ്ട് വല്ലാതെ നിറഞ്ഞുപോയ നരകതുല്യമായ ഖബറാണ്. ആ സഹാബിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് മുഅ്മിനീങ്ങളെ, ആ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്, ഉമ്മ, എന്റെ സഹോദരി, അവളൊരു തെറ്റും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവളുടെ ഖബറ് നരകതുല്യമായിട്ടുണ്ട് ഉമ്മ. ആ സമയത്ത് ഉമ്മ പറയുകയാണ്, മകനെ, അവളൊരു തെറ്റ് ചെയ്യുന്നതായി എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരു ദോഷം ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവർ തന്റെ നിസ്കാരം, അവളുടെ നിസ്കാരം ആ വഖ്തിനെ നിസ്കരിക്കാതെ, ളുഹറിന്റെ സമയത്ത് ളുഹർ നിസ്കരിക്കാതെ, അസ്റിന്റെ സമയത്ത് അസ്ർ നിസ്കരിക്കാതെ, അതാത് വഖ്തിന്റെ സമയത്ത് നിസ്കരിക്കാതെ പിന്തിപ്പിക്കുന്ന ഒരു സ്വഭാവം, ഖളാ ആക്കുന്ന ഒരു സ്വഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു മോനെ. അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതല്ലാത്ത ഒരു പാപവും അവളുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ സംഭവിച്ചു പോകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മെ കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. മറ്റ വുദൂയിൽ 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളുണ്ട്, രാത്രി എല്ലാം ഒരുമിച്ചിട്ട്. തറാവീഹ് നിസ്കാരമല്ല, 5 വക്ത് നിസ്കാരം രാത്രി ഒന്നിച്ചടിച്ച് നിസ്കരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ അപകടത്തിലേക്ക് നയിക്കും. ഖളാ ആയ നിസ്കാരമൊക്കെ പെട്ടെന്ന് ഖളാ വിട്ടുക, നിസ്കാരം നിസ്സാരമാക്കുകയാണെങ്കിൽ പന്നിയുടെ രൂപത്തിലായിരിക്കും പരലോകത്തേക്ക് കടന്നു വരിക എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇന്ന് മുഴുവനും പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, എന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മൂന്നാമതായി മനുഷ്യന്മാര് കടന്നു വരുന്ന രൂപം, ഒന്നാമത്തെ രൂപം 2 കൈയില്ലാതെ 2 കാലില്ലാതെ കടന്നു വരുന്നവരാണ്. അവർ അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു അബദ്ധം. രണ്ടാമത് കടന്നു വരുന്നവർ പന്നിയുടെ രൂപത്തിൽ കടന്നു വരുന്നവരാണ്. അവർ നിസ്കാരത്തെ നിസ്സാരമാക്കിയവരായത് കൊണ്ടാണ്. മൂന്നാമതായി കടന്നു വരുന്ന രൂപം വല്ലാതെ അപകടത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബുതൂനുഹും മിസ്ലുൽ ജിബാൽ. പർവ്വത സമാനമായ വയറുകൾ തിങ്ങിയവരായി, തടിച്ചിട്ട്
വലിയ കുടവയറെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു വിഭാഗം കടന്നു വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ടുള്ള ആളുകൾ പറയുന്ന പള്ളയപ്പൻ എന്നൊക്കെ പറയും, വലിയ പള്ളയുള്ള ആളെന്നുള്ള നിലയ്ക്ക്. അങ്ങനെ വലിയ വയറ് കണ്ടാൽ തന്നെ വല്ലാതെ ഒരു ഇതെന്തൊരു വയറാണ് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ വല്ലാതെ വയറുകൾ കൊണ്ട് ബുദ്ധിമുട്ടായി വലിയ പർവ്വത സമാനമായ വയറുകളുമായി കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ചോദിക്കുന്നുണ്ട് സഹാബത്ത്, ആരാണ് നബിയെ, അങ്ങനെ എന്താണ് അവർ കടന്നു വരാനുള്ള കാരണം? ആ സമയത്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വിളിച്ചു പറയുന്നതാണ്, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. പർവ്വത സമാനമായ വയറ് എന്ന് മാത്രമല്ല, മിനൽ ഹയ്യാത്തി വൽ അഖാരിബി, അവരുടെ വയറുകളിൽ പാമ്പുകളും തേളുകളുമായി അള്ളാഹു നിറച്ചിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അതിന്റെ ഉള്ളിൽ നിന്ന് അവരിങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ഇതൊക്കെ ചിലപ്പോ നമ്മുടെ യുക്തിക്ക് ചിലപ്പോൾ നമുക്ക് യോജിച്ചു കൊള്ളണം എന്നില്ല, പക്ഷേ പലതും നമ്മുടെ യുക്തിക്ക് അപ്പുറമായി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കാൻ, പല അത്ഭുതങ്ങളും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ യുക്തിക്ക് ഒക്കുന്നില്ല എങ്കിലും അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിന്റെ ഒരുപാട് ഖുദ്റത്തുകൾ നമ്മൾ ദിനേന പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അതിൽ പഠനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിലേക്കൊന്നും ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. ഇങ്ങനെ ചില വിഭാഗം കടന്നു വരും, അവരുടെ പർവ്വത സമാനമായ വയറിന്റെ ഉള്ളിൽ നിന്ന് പാമ്പുകളും തേളുകളും അവരെ കടിച്ചുകൊണ്ടിങ്ങനെ ബുദ്ധിമുട്ടാക്കുമെന്നാണ്. വയറിൽ എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോ നമുക്ക് എന്തൊരു വിഷമമാണ്. ഒന്ന് ഗ്യാസ് കയറിപ്പോയാൽ വല്ലാത്ത പ്രയാസമല്ലേ. പരലോകത്തേക്ക് പാമ്പുകളും തേളുകളുമായി നിറക്കപ്പെട്ട കുടവയറുമായി കടന്നു വരുന്ന വിഭാഗം അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബ, അവർ പരീക്ഷയെ ഗൗരവമായി കാണാത്ത ആളുകളാകുന്നു. ആഖിലുർ റിബ, പലിശ തിന്നുന്നവരാണ്. മാത്രമല്ല യംനഊന സക്കാത്ത് കൊടുക്കുകയും ചെയ്യൂല. അങ്ങനത്തെ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കാത്ത ആളുകളാണെങ്കിൽ അവർ കടന്നു വരുന്ന രൂപമാണ് കുടവയറിന്റെ രൂപത്തിൽ പാമ്പുകളും തേളുകളുമായി നിറക്കപ്പെട്ട അവസ്ഥയിൽ കടന്നു വരിക എന്ന് പറയുന്നത്. അല്ലാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ മാത്രം പറഞ്ഞാൽ പോരാ, ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. നമ്മൾ എത്ര കൊല്ലമായി സക്കാത്ത് കൊടുത്തിട്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊന്ന് വിചിന്തനം നടത്തുക. പാവപ്പെട്ടവന്റെ അവകാശം നമ്മളത് വകവെച്ച് കൊടുത്തിട്ടുണ്ടോ? 595 ഗ്രാം വെള്ളിയുടെ പൈസ ഒരു ഡേറ്റിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണമെന്നാണ്. അങ്ങനെ സക്കാത്തിന്റെ ഇനങ്ങൾ ഒരുപാട് പറയാറുണ്ട്, അതെന്നെ ഒരു ദിവസം വേറെ പറയേണ്ടി വരും. ഇതൊക്കെ കൊടുത്ത് വീട്ടാത്ത ആളുകളാണെങ്കിൽ, സക്കാത്ത് പാവപ്പെട്ട അതിന്റെ അവകാശികൾക്ക് കൊടുക്കാത്ത ആളുകളാണെങ്കിൽ അവർ പരലോകത്ത് ആ സമ്പത്തൊക്കെ അള്ളാഹു കുത്തി നിറച്ചിട്ട് അങ്ങനെ കൊണ്ടുവരാൻ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ പലിശ ഒരു പ്രശ്നമില്ലാത്ത കാലം. 1000 രൂപ കടം തരുമോ എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല, തരാം, അടുത്ത മാസം 2000 രൂപ നീ തിരിച്ചു തന്നാൽ മതി അതിന്റെ കൂടെ എന്ന് പറയാൻ ഒരു മടിയില്ല. അത് എന്റെ ഒരു അവകാശമല്ലേ. അത് പലിശയാണ്. ഒരിക്കലും പലിശയുമായി നമ്മൾ ബന്ധപ്പെട്ടു പോകാൻ പാടുള്ളതല്ല. അങ്ങനെ പലിശയുമായി അതിന്റെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ വയറ് പർവ്വത സമാനമായ വയറാക്കിയിട്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരിക. റമളാനിലൊക്കെ സക്കാത്ത് വാങ്ങാൻ വരുന്ന ആളുകളുടെ മുമ്പിലേക്ക് വല്ലാത്ത അഹങ്കാരത്തോടുകൂടി വാതിലുകൾ കൊട്ടിയടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ഉണ്ടെങ്കിലൊക്കെ കൊടുക്കുക, ഇല്ലെങ്കിലോ നല്ല നിലക്ക് പറഞ്ഞ് അയക്കുക. ഇനി പോകുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ വാതില് നല്ല സമാധാനത്തിൽ അടച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക എന്നല്ലാതെ അവരോട് കുതിര കയറാൻ പാടുള്ളതല്ല, തട്ടിക്കയറാൻ പാടുള്ളതല്ല. നമ്മളുടെ കയ്യിൽ അവരുടെ അവകാശമുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ദാനധർമ്മവും ആരെങ്കിലും ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിക്കരുത്, അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാൻ. ഒരു നാട്ടിൽ പ്രയാസപ്പെടുന്ന രോഗികൾ ഒരു കണക്കെടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബമുണ്ട്, അവരുടെ വീട്ടിൽ നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ദിവസങ്ങളായി എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ചില ആളുകൾ ഒരിക്കലും പുറത്തു പറയില്ല.
ആ വീടും അവരുടെ ആ ഒരു പ്രൗഢിയും ഒക്കെ കണ്ടാൽ ഒന്നും പറയാൻ തോന്നില്ല, വലിയ പൈസക്കാരാണെന്നൊക്കെ കരുതും. പക്ഷേ ഒരു വീട്ടിൽ ഒരു പിരിവുമായി ബന്ധപ്പെട്ട് കടന്നു ചെന്നപ്പോ വലിയ ആഡംബരമായ വീടാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഒന്നുമില്ല ഉസ്താദ് തരാൻ. നമ്മളിങ്ങനെ അന്താളിച്ചു പോയി, റബ്ബേ എന്തായി പറയും, 100 താലിമ്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല ഉസ്താദെ തരാനെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പ്രൗഢിയും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളിങ്ങനെ ചിന്താ മണ്ഡലങ്ങളിലേക്ക് പോകുന്നുണ്ട്. വീട്ടുകാർക്ക് മനസ്സിലായപ്പോ പറഞ്ഞു, ഉപ്പ ഗൾഫിലാണ് ഉസ്താദെ. ഞാൻ ഗൾഫിലാണല്ലേ? ഞാൻ ചോദിച്ചു ഗൾഫിൽ എന്താണ്? ഗൾഫിൽ ജയിലിലാണ് ഉസ്താദെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ എത്രയോ ആളുകൾ ഗൾഫിൽ ജയിലിലൊക്കെ ട്രാപ്പിലൊക്കെ കുടുങ്ങിയിട്ട് സമ്പത്ത് സമ്പാദിച്ചത് മുഴുവനും തകർന്ന് തരിപ്പിടമായി. നാട്ടിലെ വലിയ വീടും ബംഗ്ലാവൊക്കെ ഉണ്ടാകും, അത് വിൽക്കാനും കഴിയാത്ത അവസ്ഥ, അവരിൽ നിന്ന് ഒരാളത് വാങ്ങാത്തൊരവസ്ഥ, മൊത്തത്തിൽ കെട്ടിക്കൊടുക്കുകൾ, പ്രയാസങ്ങൾ, അന്നത്തിന് വകയില്ലാത്ത അങ്ങനെയുള്ള വീട്. അവർ പുറത്തു പറയില്ല, നാണക്കേടല്ലേ, എങ്ങനെ പുറത്തു പറയാൻ? അങ്ങനെയുള്ള ആളുകളൊക്കെ തേടി പിടിച്ചിട്ട് കണ്ടെത്തിയിട്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം. ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പാതിരാത്രിയുടെ നിശബ്ദതയിൽ പുറത്തേക്ക് നോക്കുമ്പോ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ത്വൽഹ റളിയല്ലാഹു അൻഹു പാതിരാത്രിയുടെ നിശബ്ദതയിൽ പുറത്തേക്ക് നോക്കുമ്പോ നാട്ടിലെ ഉന്നതനും പ്രമാണിയും പ്രതാപിയുമാകുന്ന ഒരു മനുഷ്യൻ വലിയ ഒരു ഭാണ്ഡവും എടുത്തിട്ട് ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന രംഗം കാണുകയാണ്. ഇതിങ്ങനെ ദിവസങ്ങൾ കാണാൻ തുടങ്ങി. വല്ലാതെ പകൽമാനികൾക്ക് നമ്മൾ ചിലപ്പോൾ പറയും പുറത്ത് നല്ല അടിപൊളിയാണ്, രാത്രി മൂപ്പർ എന്താണ് വലിയ കെട്ടും ഭാണ്ഡവും ഒക്കെ ആയിട്ട് കിടക്കയൊക്കെ എടുത്തിട്ട് പോവാണ് ഒരു വീട്ടിലേക്ക്. അങ്ങനെ രാത്രി ഒരാൾ പോകുന്ന കണ്ടാൽ എന്തായിരിക്കും അവിടുത്തെ പുകില്? നോക്കുമ്പോ ഇയാൾ വലിയ സ്വീകാര്യതയുള്ള ആളാണല്ലോ, ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒളിഞ്ഞും പാത്ത് അങ്ങനെ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുന്നു? കുറെ സമയം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. ഒരു ദിവസം അങ്ങനെ നോക്കി തിരിച്ചു വന്നപ്പോ ആ മനുഷ്യനാണ് പള്ളിയിലെ ഇമാമ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഈ വീട്ടിന്റെ ഉള്ളിൽ കയറിപ്പോയ ആളാണ് പള്ളിയിലെ ഇമാമ്. സുബഹി നിസ്കാരത്തിന് ത്വൽഹ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നു. വല്ലാത്ത ശക്ക്, സംശയം ഇങ്ങനെ തോന്നാണ്, എന്ത് പ്രിയാക്ക വീട്ടിൽ രാത്രി കാര്യം, ഇതൊന്നും അറിയണമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് ശേഷം ആ വീട് ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. അങ്ങനെ നടന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ കിടപ്പിലായിക്കൊണ്ട് അജൂസൻ അമ്യാ, കണ്ണ് കാണാത്ത, കണ്ണ് പൊട്ടിയാകുന്ന, പടുവൃദ്ധയാകുന്ന ഒരു സ്ത്രീ കിടന്ന കിടപ്പിൽ അങ്ങനെ കിടക്കുന്ന കാഴ്ച ത്വൽഹ റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. ഫബകാ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുകയാണ്. ഞാൻ എന്തായി കാണുന്നത് റബ്ബേ? ഈ സ്ത്രീയുടെ അടുക്കൽ വന്നിട്ട് എന്താണ് പരിപാടി അല്ലാഹ്? ആ സ്ത്രീയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, അല്ലയോ ഉമ്മ, നിങ്ങൾക്ക് ഭക്ഷണം തരാൻ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ, നിങ്ങളെ പരിചരിക്കാൻ ഇവിടെ ആരുമില്ലേ? നിങ്ങൾക്ക് കൂട്ടായി തുണയായി ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് ചോദിക്കുമ്പോ പൊട്ടി കരഞ്ഞിട്ട് പറയാണ്, മോനെ, എനിക്ക് സ്വന്തക്കാരെന്ന് പറയാൻ ആരുമില്ല, ബന്ധക്കാരെന്ന് പറയാൻ ആരുമില്ല, പക്ഷേ എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്തേ അതൊക്കെ നിങ്ങൾക്ക് സൗകര്യപ്രദം നടന്നു പോകുന്നത്? ആ സമയത്ത് ആ ഉമ്മ പറയുകയാണ്, ഒരു മനുഷ്യൻ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആരും അറിയാതെ ആരുടെയും ശ്രദ്ധയിലും പെടാതെ ഒരു വലിയ മനുഷ്യൻ ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരാറുണ്ട്. ആ മനുഷ്യൻ എന്നെ എഴുന്നേൽപ്പിച്ചിരുത്താറുണ്ട്, എനിക്ക് വേണ്ട ഭക്ഷണം എന്റെ വായിലേക്ക് വെച്ച് തരാറുണ്ട്, എന്നെ കുളിപ്പിച്ച് ശുദ്ധിയാക്കി എന്റെ വിസർജ്യങ്ങൾ പുറന്തള്ളി നല്ല വസ്ത്രങ്ങൾ എന്നെ ധരിപ്പിക്കുന്ന, എന്നെ ശുദ്ധീകരിക്കുന്ന, എന്റെ വായിലേക്ക് ഭക്ഷണം വെച്ച് തരുന്ന ഒരു മഹാനായ ഒരു മനുഷ്യൻ ഇവിടെ കടന്നു വരാറുണ്ട് മോനെ എന്ന ഉമ്മ പറയുമ്പോ ആ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിന്നെയും പറയുകയാണ്, പക്ഷേ ഈ നാട്ടിൽ ഒരു ഭരണാധികാരിയുണ്ട്. ഏതോ ഒരു മനുഷ്യനാണ് രാത്രി കടന്നു വരുന്നത്.
രാഷ്ട്രങ്ങളെ കിടിലം കൊണ്ട് ഭരിക്കുന്ന 20-ൽ പരം രാഷ്ട്രങ്ങളുടെ ചക്രവർത്തിയായ ഒരു ചക്രവർത്തി ഈ നാട്ടിലുണ്ട്. പക്ഷേ ആ മനുഷ്യൻ എന്റെ കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ, എന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ആ ഉമ്മ പറയുമ്പോ ത്വൽഹാ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉമ്മ നിങ്ങളുടെ വീട്ടിലേക്ക് രാത്രി കടന്നു വരുന്ന ആളെ നിങ്ങൾക്കറിയോ? ഉമ്മ താരിഫുക്കി നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറയാൻ, എനിക്കതൊന്നും അറിയില്ല. നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ ആ മനുഷ്യനോട് ഖലീഫയെ കുറിച്ച് എപ്പോഴും ഞാൻ മോശം പറയാറുണ്ട്. ആ മനുഷ്യൻ എന്താണ് എന്നെ പരിഗണിക്കാത്തത് എന്ന വേദന ഞാൻ പറയാറുണ്ട്. എനിക്കറിയാത്ത ഏതോ ഒരു കുട്ടിയാണല്ലോ എന്നെ പരിചരിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോ ത്വൽഹാ റളിയല്ലാഹു അൻഹു ഫബകാ, ത്വൽഹാ പിന്നെയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഇന്നഹു അക്റമുൻ നാസ് വഇന്നഹു അഅദലുൻ നാസ്. ജനങ്ങളിൽ ഏറ്റവും വലിയ ബഹുമാനിയാണത്, ജനങ്ങളിൽ ഏറ്റവും വലിയ നീതിമാനാണത്. അതാണ് മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഭരിക്കുന്ന കിസ്റ കൈസറിന്റെ കൊട്ടാരങ്ങളുടെ അടിക്കല്ല് പോലും ആ മനുഷ്യന്റെ പേര് കേട്ടാൽ കിടിലം കൊണ്ടുപോകുന്ന സുൽത്താനുസ് സലാത്തീൻ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ് ഉമ്മ. രാത്രിയുടെ യാമങ്ങളിൽ നിശബ്ദതകളിൽ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പരിചരിച്ച് ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കുന്നത് അറിഞ്ഞുകൊള്ളണം ഉമ്മ. ആ സമയത്താവുമ്പോ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെയാണല്ലോ റബ്ബേ ഞാൻ കുറ്റപ്പെടുത്തിയത് എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്തു പോയെങ്കിൽ ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ആ ഉമ്മയോട് അതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ നാട് മൊത്തം അറിയിച്ച് എല്ലാരെയും കൊട്ടിഘോഷിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ആരെങ്കിലും ഒന്ന് സഹായിച്ചു പോയാൽ പിന്നെ തീർന്നു. ആ മനുഷ്യനും എഴുന്നേറ്റ് നടക്കാൻ വരെ ഒരു വകുപ്പുണ്ടാവുകയില്ല. അതിന്റെ എല്ലാവിധ ഫോട്ടോവും കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ച് അവന്റെ എല്ലാ കാലത്തേക്കുമുള്ള ഒരു ഗാർഡിയനായി, അവന്റെ എല്ലാം ഏറ്റെടുത്ത ഒരാളായി അങ്ങനെ ഞെളിഞ്ഞു നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവകാശവാദം പറഞ്ഞിട്ട് ചെയ്ത നന്മകൾ ചെയ്യണം, ശരിയാണ്. പക്ഷെ അതിങ്ങനെ വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. ഓ സത്യവിശ്വാസികളാകുന്ന ആളുകൾ, നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാ തുബ്തിലു, നിങ്ങൾ ബാത്തിലാക്കി കളയാൻ പാടില്ല, സദഖാതികും നിങ്ങൾ ചെയ്യുന്ന നന്മകൾ, ബിൽ മന്നി വൽ അദാ. ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ അത് എടുത്ത് പറയാൻ, അത് തന്നത് കൊണ്ടും ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കുക, അങ്ങനെ ഒരു സ്വഭാവം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സദഖകൾ ബാത്തിലാക്കി കളയരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഛർദ്ദിച്ചത് എടുത്ത് തിന്നുന്നവനെ പോലെയാണ്. ചെയ്ത ഗുണങ്ങൾ അതിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് പരിഹസിക്കുന്നവനാണെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നന്മകൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടോ, കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് കണ്ടെത്താൻ നമ്മളൊരു ശ്രമം നടത്തുക. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അതൊക്കെ ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സകാത്തുകളൊക്കെ കൊടുത്തു കിട്ടാനുള്ള മനസ്സും ഉണ്ടാവുക. ഉറങ്ങണ്ടോ? ഇല്ല, ഞാൻ പലവട്ടം അത് പറഞ്ഞു ലാസ്റ്റത്തത്. സക്കാത്ത് കൊടുത്തു വിട്ടാത്ത, അതുപോലെ പലിശ, എന്താണ് അറബിയിൽ ഒരു സഹോദരൻ അവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടോ എന്ന് നോക്കുക. ആര് പരസ്പരം നിന്നെ നോക്കിയിട്ടാണ് വജീദെ, നിന്നെ നോക്കിയിട്ടാണ് പോക്കറ ഉസ്താദ് വഴുത് പറയുന്നതെന്നൊന്നും ആരും പറയരുത്. അങ്ങനെ ഒരു വക്രബുദ്ധി ഉണ്ടാകരുത്. മനുഷ്യരൊക്കെ പാപികളാണ്, ദോഷികളാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാണ് യഥാർത്ഥ മുത്തഖി. അല്ലാഹു തആല നമ്മളെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സകാത്തുകൾ, സാമ്പത്തികമായ ഭദ്രത എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഒരു ഹറാമായ രീതിയിൽ നമ്മൾ മറ്റുള്ളവന്റെ അവകാശം നമ്മുടെ സ്വത്തിൽ ഉണ്ടെങ്കിൽ അത് അല്ലാഹു നാളെ പിടിക്കുക തന്നെ ചെയ്യും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അടുത്ത വിഭാഗത്തെ കുറിച്ചിട്ട് പറയാണ്, നാലാമത്തെ വിഭാഗത്തെ,
മൂന്ന് വിഭാഗങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. നാലാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യജ്രി മിൻ അഫ്വാഹിഹിം അദ്ദമു. അവരുടെ വായിൽ നിന്ന് ഒരു ടീം കടന്നു വരും. വായിൽ നിന്ന് വല്ലാതെ രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ടല്ലോ, ഉണ്ടാവും ഇല്ലേ? അല്ലാഹു സ്വാലിഹീങ്ങളായ കച്ചവടക്കാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ളവരാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒരുപാട് സ്വഹാബത്തൊക്കെ കച്ചവടം ചെയ്തവരാണ്. നല്ല തൊഴിലാണ്, അതിന് ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് നെഗറ്റീവാണ്, ശ്രദ്ധിക്കുക, അപകടമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, മിൻ അഫ്വാഹിം, അവരുടെ നാവുകളിൽ രക്തങ്ങളായി ഒലിച്ചുകൊണ്ട് രക്തം ഒലിപ്പിച്ചിട്ട് അവർ കടന്നു വരുന്ന കൂട്ടരാണ്. അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, ആരാണ് റസൂലേ ഈ വിഭാഗം ഇങ്ങനെ കടന്നു വരുന്നവരാരാ? അള്ളാഹുവിന്റെ ഹബീബെ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറയുമ്പോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളമുണ്ടാകും. ഈ കൂട്ടർ കച്ചവടത്തിൽ കച്ചക്കപടം നടത്തിയവരാണ്. അതുപോലെ വാങ്ങൽ വിൽക്കുക ഒക്കെ ഏർപ്പാടുകൾ, ഇടപാടുകളിൽ തട്ടിപ്പുകൾ പറഞ്ഞവരും നടത്തിയവരുമാണ്. ഇടപാടുകളിൽ മറ്റുള്ളവരെ വഞ്ചിച്ചവരാണ്. അങ്ങനെ നാവ് കൊണ്ട് വഞ്ചന പറഞ്ഞിട്ടുണ്ടാക്കിയെടുത്ത മുതലുകൾ കൊണ്ട് ജീവിച്ച ആളുകളാണെങ്കിൽ അവരുടെ വായയിൽ നിന്ന് നൊരയും പതയും രക്തവും ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ 1000 ഉറുപ്പിന്റെ സാധനമായിരിക്കും, അത് 2000 ഉറുപ്പിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അത് പറ്റൂല. ഇത് ഞാൻ 2000-നാണ് വിൽക്കുക എന്ന് പറയാം. ആണെങ്കിൽ ഇത് 2000 ഉറുപ്പിൻ്റെതാണെന്ന് പറയാൻ പറ്റുമോ? ഇത് 2000 രൂപൻ്റെതാണെന്ന്, അത് കളവല്ലേ? 1000 ഉറുപ്പ്യ കളവായി, ഹറാമായി. അങ്ങനെ കച്ചവടം നടത്തിയതാണെങ്കിൽ, ഇപ്പോ ഒരു മൊബൈൽ ഫോണ് ഒരു 50,000-ന്റെ ഒരു ഫോണാണ്, അത് 1,00,000 രൂപയുടെ ഫോൺ എന്ന് പറഞ്ഞ് വിൽക്കാൻ പാടില്ല. 1,00,000-ന് ഞാൻ കൊടുക്കുന്നതെന്ന് പറയാം. 1,00,000 ഉറുപ്പ്യക്ക് ഞാൻ കൊടുക്കുക, 2 ലക്ഷം ആയിക്കോട്ടെ, ലാഭം, ഒരു കുഴപ്പമില്ല, അത് ഹലാലാണ്. പക്ഷേ ഇത് ഇത്ര ഉറുപ്പ്യ തന്നെയാണ്, ഇത് അത്ര മഹത്വമുള്ളതാണ്, എടുക്കാനും വെക്കാനില്ലാത്ത സാധനങ്ങളായിരിക്കും ചിലപ്പോ. അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് വിൽക്കുന്ന വാങ്ങുന്ന അങ്ങനെ ഒരു തട്ടിപ്പിന്റെ സംവിധാനം ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അവരുടെ വായിൽ നിന്ന് രക്തമൊലിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാത്തൊരു കോലക്കേടൊക്കെയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. നമ്മുടെ ചുറ്റുഭാഗത്ത് അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില കുട്ടികളുടെ, വൈകല്യമുള്ള കുട്ടികളുടെ വായിൽ നിന്ന് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വരുന്നത് നമ്മൾ കണ്ടാൽ നമ്മൾ ആ സദസ്സിൽ ഇരിക്കാൻ ചിലപ്പോൾ നമുക്ക് മടിയുണ്ടാവും. അത്തരം ആളുകൾ ചിലപ്പോൾ പള്ളിയിൽ വന്നാൽ അവരുടെ ഭാഗത്ത് നമുക്ക് പോകാൻ തന്നെ എന്തോ ഒരു മടിയാണ്. വൈകല്യമുള്ള ആളുകളെ കണ്ടാൽ, ഒരുപാട് വൈകല്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, വായിൽ നിന്ന് പത വരുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മൾ അടുപ്പിക്കോ? ഇല്ല. പക്ഷെ നമ്മൾ നാളെ ഈ രൂപത്തിൽ കടന്നു വരുമോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹു നല്ല കച്ചവടം നടത്തുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ എത്രയോ അഖ്ദുകൾ, ഇടപാടുകളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ജ്യേഷ്ഠത്തിയെ കാണിച്ചു കൊടുക്കുക ഡയലോഗില്, ഇത് കെട്ടിക്കുന്നതായ തിരിച്ചും മറിച്ചൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോ മൂത്തത് തിരിച്ചും മറിച്ചൊക്കെ കെട്ടിക്കുന്ന പല കോലങ്ങളുണ്ട്. ഒരാളെ കാണിച്ചിട്ട് മറ്റാളെ കെട്ടിച്ചു കൊടുക്കുക, ഒരാളുടെ ഫോട്ടോ കാണിച്ച് വേറെ ആളെ കല്യാണം കഴിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ഇടപാടുകൾ, തട്ടിപ്പുകൾ ഉണ്ടാക്കിയിട്ട് വസ്തുവാകട്ടെ വിവാഹമാകട്ടെ ഏതൊക്കെ ഇടപാടുകളിൽ അങ്ങനെ തട്ടിക്കൂട്ടിയിട്ടുണ്ടോ, അങ്ങനെ ചെയ്തവരാണെങ്കിൽ അവരുടെ വായിൽ നിന്ന് നൊര രക്തം ഒലിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. നിങ്ങൾ നേരായ വർത്തമാനങ്ങൾ നിങ്ങൾ പറയണമേ എന്ന് പരിശുദ്ധ ഖുർആൻ. വക്രതയുള്ള സംസാരങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളതല്ല. വളച്ചുകെട്ടലുള്ള സംസാരങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളതല്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്ന സംസാരങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളതല്ല.
ഖുലൂ ഖൗലൻ സദീദാ, നിങ്ങൾ നേരായ വർത്തമാനങ്ങൾ പറയണമേ എന്ന് പരിശുദ്ധ ഖുർആൻ. നല്ല നല്ല സംസാരങ്ങൾ. എന്നാലോ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകളൊക്കെ അല്ലാഹു നന്നാക്കി തരും, നേരായ ജീവിതം അല്ലാഹു തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെ അവന്റെ റസൂലിനെ ആര് വഴിപ്പെട്ടോ ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവൻ വല്ലാത്ത ഔന്നത്യത്തിന്റെ വിജയം അവൻ കൈവരിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവർക്കിങ്ങനെ നൊരയും പതയൊക്കെ വന്നിട്ട് കോലം കെട്ടിട്ട് വരേണ്ട കാര്യമില്ല. അവർ വല്ലാത്ത വിജയികളായി പരലോകത്ത് കടന്നു വരുമെന്നാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു. അഞ്ചാമത്തെ വിഭാഗം മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കാലിന്റെ ഭാഗം തലയുടെ ഭാഗത്ത്, അഥവാ കാലിന്റെ ഭാഗം തലയുടെ ഭാഗമാകുക, തലയുടെ ഭാഗം കാലിന്റെ ഭാഗമാകുക, തലകീഴായി മറിക്കാന്ന് പറയും. ആ ഒരു കോലത്തിൽ തലയുടെ സ്ഥാനത്ത് കാല് വരിക, കാലിന്റെ സ്ഥാനത്ത് തല വരിക, തലകുത്തന എന്നാലും അല്ല, ഒരു കോലം കെട്ട രൂപമായിട്ട് വരും. തലകീഴായി മരിച്ചിട്ട് അല്ലാഹു തആല കൊണ്ടുവരുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയെ എന്ന് ചോദിക്കുമ്പോ ഈ വിഭാഗത്തെ പറ്റി പറയുമ്പോ ഒരുപക്ഷെ നമ്മളൊക്കെ കുടുങ്ങാൻ സാധ്യതയുണ്ട്, നമ്മളെല്ലാവരും കുടുങ്ങാൻ സാധ്യതയുണ്ട്. അള്ളാന്റെ ഹബീബ് പറയുകയാണ്, കാനൂ യസ്നൂൻ, അവരതാ വ്യഭിചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. തലകീഴായി മറിച്ചവരെന്ന് മാത്രമല്ല, അവരുടെ കയ്യും കാലുമൊക്കെ വളച്ച് തിരിച്ചു വെച്ച രൂപത്തിൽ അല്ലാഹു കൊണ്ടുവരികയാണ്. വല്ലാത്ത വികൃതമായ കോലത്തിൽ അവരുടെ പരലോകത്തേക്കുള്ള എൻട്രി. അല്ലാഹുവിന്റെ ഹബീബും സഹാബത്തുമൊക്കെ നമ്മളെ ഉമ്മത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ എത്ര ഭയാനകരമായ കാഴ്ചയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വികലാംഗരായി അപകട രൂപമുള്ളവരായി കടന്നു പോകുന്ന രംഗം അർഹമുർ റഹീമീനായ തമ്പുരാൻ നമ്മെ കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. അവരാരാണ് നബിയെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, സഹാബ, അവർ വ്യഭിചാരികളാണ്, വ്യഭിചാരവുമായി ബന്ധപ്പെടുന്നതിൽ ഒരു മടിയുമില്ലാത്തവരാകുന്നു. ഇത് പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ അങ്ങനെ അന്യപ്പെണ്ണിന്റെ അടുത്തൊന്നും പോയി കിടക്കുന്നില്ല ഉസ്താദ്, ഞാൻ അങ്ങനെ അന്യ പുരുഷന്റെ അടുത്തൊന്നും പോയിട്ട് കിടക്കുന്നില്ല ഉസ്താദ് എന്നൊക്കെ പറയുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാകും. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, അൽ ഐനാനി, രണ്ട് കണ്ണുകളും വ്യഭിചരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. കേവലം ഒരു ലൈംഗിക അവയവം കൊണ്ട് മാത്രം ഉള്ളതല്ല വ്യഭിചാരം എന്ന് പറയുന്നത്, അത് അതിന്റെ അങ്ങേ അറ്റാണ്. അതിന്റെ ഫസ്റ്റിലുള്ള വ്യഭിചാരം അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, രണ്ട് കണ്ണും വ്യഭിചരിക്കുന്നു സഹാബത്തെ. എന്താണ് ഫസിനാഹുമ അൻനദറു, ആ രണ്ട് കണ്ണും നോക്കുക എന്ന അന്യ സ്ത്രീയിലേക്ക് വിചാരത്തോടുകൂടി നോക്കുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ, അതുപോലെ അന്യ പുരുഷന്മാരിലേക്ക് നോക്കുന്ന ഒരു മറയില്ലാത്ത രൂപത്തിൽ കണ്ടുപോകുന്നതല്ല, പക്ഷേ അതിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നോക്കുന്ന ആളുകളാണെങ്കിൽ രണ്ട് കണ്ണിന്റെ നോട്ടവും വ്യഭിചാരമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. തീർന്നിട്ടില്ല, രണ്ട് ചെവിയും വ്യഭിചരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എന്റെ ഹറാമുകൾ, ഇത്തരം ഹറാമായ കാര്യങ്ങൾ, മറ്റുള്ളവന്റെ കുടുംബജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരിൽ സംഭവിച്ച ഹറാമായ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു കവലയിൽ ഇരുന്നിട്ടോ മറ്റു വല്ലാതെ അത് ആസ്വദിച്ചിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അവന്റെ ചെവിടും വ്യഭിചരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ പട്ടികയിൽ നമ്മൾ പെടുമോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ട് കൈയും വ്യഭിചരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഫസിനാഹുമാ അൽബത്ഷു, ഹറാമായ കാര്യങ്ങളിൽ തൊട്ടാൽ, ഹറാമായ രീതിയിലുള്ള സ്പർശനമുണ്ടെങ്കിൽ അവന്റെ കൈ വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം
വതുകല്ലിമുനാ ഐദീഹിം. ഈ വ്യഭിചരിച്ച കൈ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പറയും, റബ്ബേ ഇന്നാലിന്ന ഹറാമായ സ്ഥലങ്ങളിലൊക്കെ സ്പർശിച്ചിട്ടുണ്ട് അല്ലാഹ് എന്ന് കൈ വിളിച്ചു പറയും. വായകൾക്ക് സീൽ വെക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല, അതാണ് പരലോകം എന്ന് പറയുന്നത്. കൈ വ്യഭിചരിക്കുന്നു, ഹറാമായ കാര്യത്തിന് വേണ്ടി നടന്നു നീങ്ങുക, ഒരു ഹറാമായ ഒരു അന്യ സ്ത്രീയെ കാണാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി പോവുക. ആ നടത്തമൊക്കെ വ്യഭിചാരത്തിലേക്കുള്ള നടത്തമാകുന്നു, ഹറാമിലേക്കുള്ള നടത്തമാകുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ നടന്നു നീങ്ങുമ്പോൾ അവന്റെ സർവ്വതും വ്യഭിചാരത്തിലേക്ക്, പൂർണ്ണമായ രൂപത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമായി മാറുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അതൊക്കെ കൊണ്ടു നടക്കുന്നവനാണെങ്കിൽ, നാവിന്റെയും വ്യഭിചാരം, ഹറാമായ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് അതിലൊരു രസം കണ്ടെത്തുന്ന ആളുകളാണെങ്കിൽ അവരുടെ അവസ്ഥ അള്ളാന്റെ ഹബീബ് പറയുന്ന തലകീഴായി മറിച്ചിട്ട് കൈകാലുകൾ വളച്ചിട്ട് കോലം കെട്ട രൂപത്തിൽ അള്ളാഹു അവരെ പരലോകത്തേക്ക് കൊണ്ടുവരുന്നതാണ്. നമ്മൾ നമ്മുടെ സഹോദരിമാരൊന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സുഗന്ധദ്രവ്യങ്ങളൊക്കെ അതിങ്ങനെ അടിച്ചു പൂശിയിട്ട് നമ്മൾ പൊതുവേദികളിലേക്ക് വന്നു പോകുന്നുണ്ടെങ്കിൽ, അറിയാതെയാണെങ്കിൽ അത് അല്ലാഹു പുറത്തു തരട്ടെ. നമ്മൾ ഒരിക്കലും അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് അങ്ങനെ ഒന്ന് വല്ലാതെ ആസ്വദിപ്പിക്കുന്ന മണത്തോടു കൂടി ഇറങ്ങി വരാൻ പാടുള്ളതല്ല. പിശാചിന്റെ ദുർബോധനം അതൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മടിയുമില്ലാതെ പലതും നടന്നുകൊണ്ടേയിരിക്കുകയാണ് പല ഭാഗത്തും. ഇന്ന് പലരും ഇസ്ലാമിന്റെ വാദങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ നിയമമാണ് കൊന്നവനെ കൊല്ലണം, അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ. കട്ടവന്റെ കൈ മുറിക്കണം, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണം എന്ന് പറയാം. കാരണം എത്രയോ മക്കളാകുന്ന ചെറിയ ചെറിയ മക്കളെയൊക്കെ വ്യഭിചരിച്ചിട്ട് കൊന്നുകളഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാരണമായി മാറുന്നത് ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തി കൊണ്ടും ആകാം. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഒരു മത്സ്യം എടുത്തിട്ട് ഒരു പൂച്ചയുടെ മുമ്പിൽ വെച്ചിട്ട് പറയാണ് ഇത് കഴിക്കരുത് എന്ന് പൂച്ചയോട് പറഞ്ഞിട്ട് കാര്യമില്ല, ആ പൂച്ച കഴിക്കൂ. അങ്ങനെയാണ് കാലം. എന്നതുപോലെ സഹോദരിമാരാകുന്ന ആളുകൾ അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് വല്ലാതെ അണിഞ്ഞൊരുങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ അപകടം അവരവർക്ക് തന്നെയായിരിക്കുമെന്ന് വളരെ വിനീതമായി പറയുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ. നമ്മുടെ കണ്ണും നമ്മുടെ നോട്ടവും നമ്മുടെ നടത്തവും ഇരുത്തവും ഒക്കെ ഹറാമിലേക്കായി മാറിക്കഴിഞ്ഞാൽ അതിന് വലിയ വില നൽകേണ്ടി വരും. ഈമാൻ പോലും ചിലപ്പോൾ സലാമത്താകാത്ത രൂപത്തിൽ മരണപ്പെട്ടേക്കാം. അബ്ദുല്ലാഹിൽ അഹ്മദ് അൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. കഅബ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ നിലവിളിച്ചിട്ട് ദ്വാരക്കുന്ന ഒരു ദ്വാ, അല്ലാഹുവേ നിന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. സഹോദരിമാർക്ക് മാത്രമല്ല ട്ടാ, സഹോദരങ്ങളൊക്കെ കുടുങ്ങും എന്നുള്ളതാണ്. സഹോദരിമാരെ മാത്രം ആക്ഷേപിച്ച് പറയല്ല. ഒരു മനുഷ്യൻ അബ്ദുല്ലാഹിൽ അഹ്മദ് അൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു കഅബ തവാഫ് ചെയ്യുന്ന വേളയിൽ അല്ലാഹുമ്മ അമിത്നി മുസ്ലിമൻ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിച്ച് ദുആ ചെയ്യുമ്പോൾ അബ്ദുല്ലാഹിൽ അഹ്മദ് അൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ല മനുഷ്യ, എന്തെല്ലാം കാര്യങ്ങളൊക്കെ ദുആ മുസ്ലിമായി മരിക്കണം, ശരിയാണ്, എനിക്ക് നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണ്ടേ? അതുപോലെ തന്നെ നീ നിന്റെ കാര്യം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറെ നേരമായിട്ട്. അള്ളാന്റെ ഹബീബിനെ കുറിച്ചൊക്കെ പറയണ്ടേ? ഒരുപാട് കാര്യങ്ങൾ ദുആയിൽ ഉൾക്കൊള്ളിക്കേണ്ടതില്ലേ? ഇത് മാത്രം ദുആ ചെയ്യുന്നതിന്റെ കാരണം എന്തേ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയുകയാണ്, ബഹുമാനപ്പെട്ടവരെ, ഒന്നുമല്ല, എൻ്റെ ഹൃദയം വല്ലാത്ത ഭയത്തിലാണ്. ഞാൻ വല്ലാതെ ഭയക്കുന്ന ഒരു കാര്യമുണ്ട്, അത് മഹാനവറുകളോട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറയാൻ. എനിക്ക് 2 സഹോദരന്മാരുണ്ട്. എനിക്ക് 2 സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ആള് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭവനത്തിൽ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച ആളായിരുന്നു. 40 കൊല്ലവും ഒരു വക്തല്ല 5 വക്തത്തിന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറഞ്ഞ എൻ്റെ സഹോദരൻ 40 വർഷത്തോളം 1 രൂപ പോലും പ്രതിഫലമായി വാങ്ങിയിട്ടില്ല. അങ്ങനെ 40 കൊല്ലം ബാങ്ക് വിളിച്ച സഹോദരനായിരുന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ വല്ലാതെ പ്രതീക്ഷയിലായിരിക്കുന്ന ഒരു സമയം അദ്ദേഹം മരണപ്പെടാനുള്ള ശയ്യയിലാണ്. 40 കൊല്ലം ബാങ്ക് വിളിച്ച ആളാണല്ലോ. അള്ളാഹുവിന്റെ ഷഹാദത്ത് അന്തരീക്ഷത്തിൽ വലിയ മുഴക്കത്തോടുകൂടി ചൊല്ലിക്കൊണ്ട് മരണപ്പെടുമെന്ന ആ വല്ലാത്ത പ്രതീക്ഷയിൽ ഞങ്ങളങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ
എന്റെ സഹോദരൻ ഞങ്ങളോട് പറയുകയാണ്, തങ്ങളെ നിങ്ങളൊന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടുവരിക, നിങ്ങളൊന്ന് എൻ്റെ മുമ്പിൽ ഹാജറാക്കണമെന്ന് സഹോദരൻ പറയാം. നമ്മൾ ഒന്നുകൂടി സന്തോഷിച്ചു. കാരണം ഖുർആൻ കൂടി കൊണ്ടുവന്ന് ആ ഖുർആനൊക്കെ ഓതി വലിയ റാഹത്തായ നിലയിൽ മരിക്കുന്ന രംഗം, കൊതിച്ചു പോയ ഒരു രംഗം. ആ സമയം ആ ഖുർആൻ കൊണ്ടുവന്നപ്പോ ആ സഹോദരൻ പറയുകയാണ്, ഈ ഖുർആൻ നിങ്ങൾ ഓതുന്ന ഈ പരിശുദ്ധ ഖുർആൻ, ഇന്ന് മുതൽ ഈ ഖുർആനുമായി ഞാൻ രാജിയായവനാകുന്നു. ഖുർആനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. എൻ്റെ ബന്ധക്കാരെ, എൻ്റെ കുടുംബക്കാരെ, എൻ്റെ സ്നേഹിതന്മാരെ, ഈ ഖുർആനിനെ ഞാൻ അങ്ങോട്ട് പടയടക്കുക എന്ന് പറയില്ലേ, പിണ്ടം വെക്കുക നമ്മൾ പറയണ്ട, അത് പറയണ്ട, പടയടച്ച് ഒഴിവാക്കുക. ഈ ഖുർആനുമായി എനിക്കൊരു തുല ബന്ധം പോലുമില്ല, അത്രത്തോളം വെറുപ്പ് ഈ ഗ്രന്ഥത്തോട് എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് 5 വക്തിനും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് 40 വർഷക്കാലം ഷഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞ മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് നിന്ന് കാഫിറായി ചത്തുപോവുകയാണ്. അല്ലാഹുവിനെ ധിക്കരിച്ചിട്ട് ഈമാനില്ലാതെ ചത്തുപോയി തങ്ങളെ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പൊട്ടിക്കരയുകയാണ്. ഒന്നാമത്തെ സഹോദരന്റെ അന്ത്യം അതാണ്. അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തി. രണ്ടാമത്തെ സഹോദരൻ രണ്ടാമത്തെ സഹോദരൻ ഒന്നാമത്തെ ആളുടെ പണി എങ്ങനെ കഴിഞ്ഞു? അവൻ ഷഹാദത്ത് കലിമ നാവ് കൊണ്ട് 40 കൊല്ലം പറഞ്ഞിട്ടും മുസ്ലിമായിട്ട് മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. നമ്മളെ അവസ്ഥക്ക് എന്തായിരിക്കും അല്ലെ? രണ്ടാമത്തെ ആള് ഇതേപോലെ 40 കൊല്ലം എത്തിയിട്ടില്ല, 30 കൊല്ലം അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച ആളായിരുന്നു. ഒരു തവണ പോലും ഒരു പ്രതിഫലം വാങ്ങിയിട്ടില്ല. 30 കൊല്ലവും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് 30 വർഷക്കാലം 5 വക്തും വിളിച്ചു പറഞ്ഞ ആളാണ്. ഞങ്ങളൊക്കെ സന്തോഷിച്ചു. മൂന്നാമത്തെ ജ്യേഷ്ഠനിൽ ഇവനൊക്കെ കണ്ട് പാഠം ഉൾക്കൊണ്ടവനാണെന്നുള്ള രീതിയിൽ സന്തോഷത്തോടുകൂടി ആ സഹോദരൻ മരിക്കാൻ പോകുന്ന രംഗമെത്തി. മരണശയ്യയിലാണ്. ഞങ്ങളൊക്കെ ആവേശത്തിലാണ്. മൂത്ത സഹോദരനെ പോലെ ആകില്ല, നല്ല സന്തോഷത്തോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് പിരിയും എന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിൽക്കുമ്പോൾ മൂത്ത ആള് പറഞ്ഞതുപോലെ ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ കരുതി മൂത്ത ആള് ഖുർആൻ എതിർത്തിട്ടാണ് പോയത്. ഇത് ഖുർആൻ ഓതി അതിനൊരു പകരം വീട്ടലായി നല്ല രീതിയിൽ പോകാനായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ആ മനുഷ്യന് ഞങ്ങൾ ഖുർആൻ കൊണ്ടു കൊടുത്തു. മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ ഈ പരിശുദ്ധ ഈ ഖുർആൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ബന്ധമോ ഒരു ഗുണവും ഉണ്ടായ ഗ്രന്ഥമല്ല. എനിക്കിന്ന് മുതൽ ഇതുമായി യാതൊരു ബന്ധവുമില്ല, ഇതിനോട് ബന്ധം വിച്ഛേദിച്ച ആളാണ് ഞാനെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനും എൻ്റെ സഹോദരൻ 30 വർഷക്കാലം ഷഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞ മുസ്ലിമായ എൻ്റെ സഹോദരൻ അവനും കാഫിറായി ഈ ഭൂമി ലോകത്ത് നിന്ന് ചത്തുപോയി തങ്ങളെ. അതുകൊണ്ട് ഞാൻ വല്ലാതെ ഭയപ്പാടിലാണ് തങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ 5 വക്തൊന്നും അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചവനല്ല, ഷഹാദത്ത് കലിമ ഉച്ചരിച്ചവനല്ല. അഥവാ എത്രയോ വർഷങ്ങൾ അവർ ഉച്ചരിച്ചതിന്റെ അത്രയൊന്നും എനിക്ക് ഉച്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഭയപ്പെട്ടു പോകുന്നു. അവരുടെ അവസ്ഥ പോലും ഇതാണെങ്കിൽ അവരെക്കാളൊക്കെ മോശക്കാരനായിരിക്കില്ലേ ഞാൻ എന്ത് അമലാണ് ഈ വർഷങ്ങളുടെ ഇടയിലൊക്കെ ചെയ്തിട്ടുള്ളത്? ഈമാൻ സലാമത്താകാതെ ഞാൻ മരണപ്പെട്ടു പോകുമല്ലോ അല്ലാ. അതുകൊണ്ട് തന്നെ അല്ലാഹുവോട് ഞാൻ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നത്, ഒരു വിഷയവും ഞാൻ ദുആ ചെയ്യാൻ മുമ്പിൽ വെക്കാറില്ല. ഈമാൻ സലാമത്തായി മരിപ്പിക്കണേ അല്ലാ എന്ന് പറയലല്ലാതെ എൻ്റെ ദുആയിൽ മറ്റൊരു ദുആയുമില്ല തങ്ങളെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ അഹ്മദ് അൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഈ 10, 40, 30 കൊല്ലം രണ്ടെണ്ണം ഒരാളല്ല ഇങ്ങനെ അമൽ ചെയ്തിട്ട് ഷഹാദത്ത് കലിമൊക്കെ പറഞ്ഞിട്ട് അവസാനം ആഖിബത്ത് മോശമായി
കാഫിറായി ചത്തുപോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ആ ചോദ്യം അങ്ങോട്ട് ഉരുവിട്ടപ്പോ വല്ലാത്ത പ്രയാസത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സഹോദരൻ ബഹുമാനപ്പെട്ടവരോട് പറയുകയാണ്, അവരൊരു തെറ്റും ജീവിതത്തിൽ ചെയ്യുന്നത് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ജീവിതത്തിൽ എപ്പോഴും സദാസമയം അവർ ഇബാദത്ത് ചെയ്യുന്നവരാണ്, അവർ നോമ്പനുഷ്ഠിക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, ബാങ്ക് കൊടുക്കുന്നവരാണ്, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നവരാണ്. അവര് ഒരു പാപവും ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഒരു പാപം മാത്രം ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിത്ര ഗൗരവമുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ തങ്ങളെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴേ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു. അവർ അതൊരു വലിയൊരു പാപമായി പോയെന്നത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അബ്ദുല്ലാഹിൽ അഹ്മദ് അൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല ചോദിക്കുന്ന, മോനെ, ആ ഒരു കൊടും പാതകം എന്താണെന്ന് നീ ഒന്ന് പറയുമോ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, തങ്ങളെ, എന്റെ സഹോദരന്മാർ അവരൊരു ഹറാമിനോടും താല്പര്യമുള്ളവരായിരുന്നില്ല. പക്ഷേ അന്യ സ്ത്രീകളുടെ ഔറത്തുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഔറത്തുകൾ രഹസ്യമായി ആരും കാണാതെ വീക്ഷിക്കുന്ന ഒരു സ്വഭാവം, ഒരു എന്റർടൈൻമെന്റിന് കാണാൻ പോവുക, അങ്ങനെ ഒരു പരിപാടി. അത് ഞാൻ കരുതിയത് അത് കഴിഞ്ഞാൽ തീർന്നിട്ടുണ്ടാകുന്നതാണ്. പക്ഷെ അതിൽ അവർ ആകൃഷ്ടരായിരുന്നു. അന്യ സ്ത്രീകളുടെ ഔറത്തുകൾ ദർശിക്കുന്നതിൽ അവർക്കൊരു മടി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. അവർ അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കണ്ണുകൊണ്ട് ചെയ്യുന്ന, ആരും അറിയാതെ, ആരും നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ടല്ല, വളരെ രഹസ്യമായി. ഇന്നിപ്പോ എല്ലാം ഓപ്പൺ ആണല്ലോ. ഇന്ന് ഒരു ഹറാമ് ചെയ്യുന്നെങ്കിൽ കുടുംബ സംഗമ സമേതം, നാട് സംഗമ സമേതം, ഒരു ഉളുപ്പുമില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ. ഹയാ എന്ന് പറയുന്നത് എടുത്തു പോയി തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ അബദ്ധം എന്താണെന്നറിയോ? ഇതിനെ ന്യായീകരിക്കുക എന്നുള്ളതാണ്. തെറ്റ് ചിലപ്പോൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു മടങ്ങാം, പക്ഷെ തെറ്റല്ല എന്നൊരാൾ പറഞ്ഞ, ഒരു ഹറാമല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അവന്റെ മേൽ കുഫറിനെ ഭയപ്പെട്ടുകൊള്ളുക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ കാഫിറാകാൻ സാധ്യതയുള്ള കാര്യമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം. അങ്ങനെ പോയിക്കോട്ടെ എന്ന് പറയുന്നവനാണ് നീ ഇപ്പൊ തന്നെ പുറത്താണ്, നീ അകത്താണെന്ന് അള്ളാഹ്ക്ക് യാതൊരു നിർബന്ധവുമില്ല. അല്ലാഹു തആല എന്തുകൊണ്ടും ഔന്നിത്യമുള്ളവനാണ്. അതൊക്കെ ശരിക്ക് ബോധ്യപ്പെടും. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഓരോ പാഠങ്ങൾ യുവതലമുറക്കും വരും തലമുറകൾക്കൊക്കെ അള്ളാഹു പഠിപ്പിക്കുന്നതാണ്. പിറകീടായി പല കാര്യങ്ങളും അള്ളാഹു പഠിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നൽകി കണ്ണ്, അള്ളാഹു നൽകി കേൾവി, എല്ലാ കഴിവും അള്ളാഹു തആല നാളെ പരലോകത്ത് ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അത് ചോദിച്ചിട്ട് അവന്റെ മുന്നോട്ട് വെച്ച കാൽ പിറകോട്ടെടുക്കാൻ, അതിന് ഉത്തരം പറയാതെ സാധ്യമല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അപ്പോ തെറ്റിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്? അതെന്റെ ഗേൾ ഫ്രണ്ടാണ്, കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ, എന്നിട്ട് അത് എന്ത് ചെയ്യാം? സ്റ്റാറ്റസ് ഇടാൻ. ചില പെൺകുട്ടികൾ പാവങ്ങളായിരിക്കും, ഇവർക്ക് ഇവന്റെ ചതിയൊന്നും അറിയില്ല. പൊതുവെ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം ഇപ്പം മാറിയിട്ടുണ്ടെന്ന് പറയാമെങ്കിലേ, കാലം അങ്ങനെ മാറിക്കൊണ്ടേ, വകഭേദം കൊറോണ വൈറസിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമല്ലേ. പൊതുവെ പറയപ്പെടുന്നത് പെൺകുട്ടികളാകുന്ന ആളുകൾക്ക് പെട്ടെന്ന് കാപട്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവർ തന്റെ സഹോദരനെ പോലെ കാണും, ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. പക്ഷേ ഇവൻ ദുരുദ്ദേശത്തോടുകൂടി ഘട്ടം ഘട്ടമായി അവളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കാൻ. ഘട്ടം ഘട്ടമായി അടുത്തിട്ട് ഒരു വേള അവന്റെ ആവശ്യ പൂർത്തീകരണം നടത്താൻ വകുപ്പുള്ളവനാണ്. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിൽ കൂട്ടുകൂടുന്നവനുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് പുരുഷന് വരിക. അതിലേക്കാണ് അവനെ വലിച്ചഴക്കുക എന്ന് സയൻസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എത്രയോ പാവ പെൺകുട്ടികളുണ്ട്. അവരെല്ലാം ഇങ്ങനെ മൂലക്കുന്ന് വലിച്ചു കൊണ്ടുവന്നിട്ട് കുറെ റോക്കന്മാരുണ്ടാവുമല്ലോ, ഈ ബാത്റൂം തേച്ച് കഴിയുന്ന ബ്രഷൊക്കെ കണ്ടിട്ടില്ലേ? ഇവിടെ ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊരുത്തപ്പെട്ടാൽ നന്നാണ് കേട്ടോ. പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ സാരമില്ല. ആ ജാതി ഇങ്ങനെ ഉണ്ടാവും മുടിയൊക്കെ. ബാത്റൂം കോലത്തിൽ എഴുന്നള്ളിച്ച മുടി. ഈ മുടിയുള്ളവൻ എന്ത് ചെയ്യും?
മറ്റേ സെൽഫി എടുക്കാൻ, ഫോട്ടോ എടുക്കാൻ, എന്നിട്ട് സ്റ്റാറ്റസിൽ ഇടാൻ, എന്നിട്ട് അത് അല്ല ഒരു അലങ്കാരം. ഇവൻ ചെയ്ത ആ ഹറാമായ കൊടും പാതകം അവൻ അലങ്കാരമായി കൊണ്ട് നടക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10-40 കൊല്ലം ഷഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞ മനുഷ്യന്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരു ലോകം ഇനി കടന്നു വരാനുണ്ട്. ഖബർ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ എത്താനുണ്ട്. നുരുമ്പിയാലും ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെ അള്ളാഹു തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗം വരാനുണ്ട്. ഒന്നുമല്ലായിരുന്നു നീ, കേവലം ചെറിയ തുള്ളിയിൽ നിന്ന് ഇത്ര അത്ഭുതകരമായ ശരീരത്തിലേക്ക് അള്ളാഹു എത്തിച്ചു. ഇനി വലിയൊരു ഘട്ടത്തിലേക്ക് എത്തിക്കും. തകർത്ത് അള്ളാഹു തരിപ്പണമാക്കുകയും ചെയ്യും. പിന്നെയും പുനർജീവിപ്പിച്ച് അള്ളാഹു കൊണ്ടുവരും. നിതാന്തമായ സ്വർഗത്തിലേക്ക്, നിതാന്തമായ നരകത്തിലേക്ക് അള്ളാഹു നിന്നെ പിന്നെ കൊണ്ടെത്തിക്കുകയാണ്. നശ്വരമാണ് ഈ ദുനിയാവ്, അനശ്വരമാണ് പരലോകം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പൊ 10:40 ആയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവർ, അങ്ങനെ ഒരുപാട് പറയാൻ എളിമ അങ്ങനെയാണ്, ഒരുപാട് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ നമുക്ക് പിന്നീട് പറയാം, അറിയാം, കേൾക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു നബാതത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്ന കാര്യം, വല്ലാത്ത ഒരു ഉപദേശം ബഹുമാനപ്പെട്ടവർ വിളിച്ചുകൊണ്ട് സമൂഹത്തോട് പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അല്ലയോ വാർദ്ധക്യം ചെന്ന ആളുകളെ. ഇവിടെ എല്ലാവരും ഉണ്ട്, പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറിയ മക്കളുണ്ട്. നിങ്ങളൊക്കെ നല്ലവരായതുകൊണ്ടാണ് ഈ സദസ്സിൽ വന്നത്. നിങ്ങളെപ്പോലത്തെ സമാനക്കാരായ വയസ്സന്മാരോടും ചെറുപ്പക്കാരോടും കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അവരുടെ പ്രതിനിധികളാണ്. അവർക്ക് വേണ്ടി ഇവിടെ വയലിൽ വന്നവരാണ് നിങ്ങൾ. ഇതൊക്കെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നിങ്ങളെ ആക്ഷേപിക്കുകയോ നിങ്ങളെ തെറി പറയുകയോ ചെയ്യുന്നതാണെന്ന് ഒരിക്കലും കരുതി പോകരുത്. വലിയ മനസ്സിന്റെ കുടുംബങ്ങളായതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നത്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇബ്നു നബാതത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലയോ വാർദ്ധക്യം ചെന്ന ആളുകളെ, അഥവാ കറുകറുത്ത മുടി, വെളുവെളുത്തതായി നരച്ചുപോയ മുടികളുള്ള മനുഷ്യ, നീ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നീ നല്ല പച്ചയായ പഴങ്ങൾ, അതിന്റെ നിറം ആ പച്ചയിൽ നിന്ന് ആ മഞ്ഞയിലേക്ക് കടന്നു വരുന്ന ഒരു സമയമുണ്ട്. എന്താ പറയാ, പച്ചയായ മാങ്ങ അത് ഒരു മഞ്ഞ ഇതായി വരുമ്പോ നമ്മൾ പറയല് എന്തായത് പറയും, പഴുത്താ പിന്നെ അവിടെ അങ്ങനെ വെക്കല, അതെടുക്കില്ലേ? എന്നതുപോലെ പച്ചയായിരിക്കുന്ന ആ മാമ്പഴമൊക്കെ ഉണ്ടല്ലോ, അത് മഞ്ഞ കളറായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറിച്ചു തിന്നാനുള്ള ഒരു പൂതി, അത് പിന്നെ അവിടെ വെക്കൂല. കുട്ടികളൊക്കെ കണ്ട കല്ലെറിഞ്ഞ് താഴെ ഇടും. അതിന്റെ ആയുസ് തീരാനായതാണ് അതിനർത്ഥം. എന്നതുപോലെ കറുകറുത്ത മുടി അള്ളാഹു നൽകിയവരെ, നിങ്ങളുടെ ആ മുടി എങ്ങാനും വെളുത്തുപോയാൽ, നിങ്ങൾ ആ പച്ചമാങ്ങ പഴുത്താൽ അത് അരിഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ? അതുപോലെ വെളുവെളുത്ത മുടിയായിരിക്കുന്ന വാർദ്ധക്യം ചെന്നവരെ നിങ്ങളെ അള്ളാഹു സ്വീകരിക്കാൻ ഏതാണ്ട് ആയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് തീരുമാനിക്കണേ, ഉറപ്പിക്കണേ. ഇനി എങ്ങാനും നിങ്ങൾ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വലിയ നിഅമത്താണ് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ എപ്പോഴും പോകാമെന്നുള്ള ഒരു ദൃഢതയോടുകൂടി നിങ്ങൾ മുന്നോട്ട് നീങ്ങണേ എന്ന് ബഹുമാനപ്പെട്ടവർ വാർദ്ധക്യം ചെന്ന ആളുകളെ വിളിച്ചിട്ട് പറയുകയാണ്. ചെറുപ്പക്കാരാകുന്ന ആളുകളെ വിളിച്ചിട്ട് പറയാം, അല്ലയോ നല്ല കറുകറുത്ത മുടിയുള്ള ആളുകളെ, തുടിതുടിപ്പിന്റെ യുവത്വത്തിൽ ജീവിക്കുന്നവരെ, നിങ്ങൾ എത്രയോ പഴവർഗ്ഗങ്ങൾ പച്ചയായിരിക്കുമ്പോൾ തന്നെ ആളുകൾ കൊത്തിക്കൊണ്ട് പോകുന്നത് കാണാറില്ലേ? പച്ചക്കായ കറി വെക്കാൻ എടുത്തുകൊണ്ട് പോകും. പഴുക്കാൻ സമയമാകും, ചിലതെല്ലാം പച്ചയോടെ തന്നെ അരിഞ്ഞെടുക്കാറുണ്ട്. എന്നതുപോലെ കറുകറുത്ത മുടിയുള്ള നല്ല തുടിതുടിപ്പിന്റെ യുവത്വമുള്ള ചെറുപ്പക്കാരാ, നിന്റെ മുടി വെളുക്കേണ്ടതില്ല, നിനക്ക് വയസ്സാകേണ്ടതില്ല, നിന്റെ ഉപ്പ മരണപ്പെടേണ്ടതില്ല. ആ ചെറുപ്പത്തിൽ തന്നെ കറുകറുത്ത മുടിയുള്ളപ്പോൾ തന്നെ, തുടിതുടിപ്പിന്റെ പ്രായത്തിൽ തന്നെ, വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു പച്ചമാങ്ങ അരിഞ്ഞെടുക്കുന്നത് പോലെ നിന്നെയും അങ്ങോട്ട് അരിഞ്ഞെടുത്തേക്കാം. അതുകൊണ്ട് നീ ആ റബ്ബിന് വേണ്ടി പരിശ്രമിക്കണേ. മരണത്തെ ഓർത്തുകൊണ്ട് നീ ഇബാദത്ത് ചെയ്യണേ സഹോദരാ. അതുകൊണ്ട് നീ നിന്റെ ആ ഒരു വല്ലാത്ത യുവത്വത്തെ അല്ലാഹുവിന്റെ ദീനിനായി ചെലവഴിക്കണേ. വശാബുൻ നശഅ ഫീഹി ഇബാദത്തില്ലാഹ്.
നാളെ അള്ളാഹുവിന്റെ മഹ്ശറിൽ തണലില്ലാത്ത യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, അള്ളാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത മഹ്ശറ. തള്ളക്കോഴികൾ അല്ലേ, മറ്റുള്ളവരുടെ ഷർറിൽ നിന്ന് തന്റെ കുഞ്ഞിക്കോഴികളെ സംരക്ഷിക്കുന്ന അതിനേക്കാൾ വാത്സല്യത്തിൽ അള്ളാഹു ചില അടിയാറുകളെ അർശിന്റെ തണലിൽ വെക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട സപ്ത സൗഭാഗ്യശാലികളിൽ ഒരു സൗഭാഗ്യശാലി എന്ന് പറയുന്നത് ചെറുപ്പക്കാരാകുന്ന തുടിതുടിപ്പിന്റെ പ്രായത്തിൽ അവർ കളിച്ചിരി തമാശകൾക്ക് വേണ്ടി പോകാതെ ലൈഫ് എൻജോയ് ചെയ്യുക എന്ന് പറയാം. ഇത് ദുനിയാവ് സ്വർഗാണ്, ഇതാണ് നമ്മൾ കണ്ട സ്വർഗം, അതുകൊണ്ട് അടിച്ചു പൊളിച്ച് നമ്മൾ ജീവിക്കേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്റ്റോറികളും സ്റ്റാറ്റസുകളൊക്കെ പിന്തിരിപ്പൻ ശക്തികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആഖിറത്തിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണത്. അതിന്റെയൊക്കെ പിന്നിൽ വലിയ ഫാസിസ്റ്റ് ദുഷ്ട ശക്തികളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതിൽ പെട്ടെന്ന് വഞ്ചിതരായി പോകാൻ പാടില്ല. ഇത് അടിച്ചുപൊളിയുടെ ലോകമല്ല, ആ ലോകം അത് പരലോകമാണ്. ആ പരലോകത്ത് അല്ലാഹു തള്ളക്കോഴി കുഞ്ഞിക്കോഴികൾക്ക് ചിറക് കൊടുക്കുന്നതിനേക്കാൾ വാത്സല്യത്തിൽ അള്ളാഹു അടുപ്പിച്ച് നടത്തുന്നത് നല്ല ഇബാദത്തിൽ അള്ളാഹുവിന്റെ ത്വാഅത്തിലായി യുവത്വം ചെലവഴിച്ച ചെറുപ്പക്കാരുണ്ടെങ്കിൽ, ഈ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർക്കായിരിക്കും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് നമ്മൾ എത്രത്തോളം അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 10 മടങ്ങ് പ്രതിഫലം അള്ളാഹു പ്രായമായിട്ട് അനങ്ങാൻ കഴിയുന്നില്ല. ഇപ്പോൾ മനസ്സിന് വല്ലാത്ത സങ്കടം, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പക്ഷേ അല്ലാഹു തആല ആ സമയത്തും ലഹും അജ്റുൻ ഗൈറു മംനൂൻ, പരിശുദ്ധ ഖുർആൻ, അവൻ മുമ്പ് നല്ലവണ്ണം പണിയെടുത്തവനാണെങ്കിൽ, നല്ല ഇബാദത്ത് ചെയ്തവനാണെങ്കിൽ ഈ പ്രായമുള്ള സമയത്തും അവൻ പ്രതിഫലം അല്ലാഹു തആല ഇബാദത്തിന്റെ പ്രതിഫലങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ആ ഇബാദത്തിന് അല്ലാഹു അപ്പോഴും പ്രതിഫലം കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. കടന്നുപോയ ഉമ്മമാരുണ്ടെങ്കിൽ സങ്കടപ്പെടണ്ട. നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ ചെയ്തു തീർത്ത നിസ്കാരങ്ങൾ, തസ്ബീഹുകൾ, നിങ്ങൾ നോറ്റ നോമ്പുകൾ, ആ പരിശുദ്ധ റമദാനിന്റെ വേളയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ അവിടെ അല്ലാഹു നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന്റെ പ്രിയം. അതുകൊണ്ട് ആ കഴിവിന്റെ പ്രായത്തിൽ പരമാവധി കഴിയുന്നിടത്തോളം അമലുകൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ചെറുപ്പക്കാരെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ആ ഒരു ഉപദേശം വല്ലാതെ നമ്മൾ ഗൗനിക്കുക. മക്കളാകുന്ന ആളുകൾ, ചെറിയ ചെറിയ മക്കളുണ്ട്, അവര് പറയുന്ന ചെറിയ വർത്താനുണ്ട്. അവരോടെങ്ങാനും ഉമ്മമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അവർ പറയും, ഉസ്താദെ ഉപ്പാപ്പ മരിച്ചിട്ടില്ല. ചില നമ്മൾ മദ്രസയിൽ മറ്റൊക്കെ പഠിപ്പിക്കുമ്പോ, ഞാൻ വിശദീകരിച്ച് അങ്ങോട്ട് പോകുന്നില്ല, ക്ലാസ്സിൽ പറയുന്ന പോലെ പറയണ്ടല്ലോ, ഇങ്ങനെ ഉമ്മമ്മ മരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഫോൺ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ കുട്ടികൾ പറയുന്ന ഒരു സ്വഭാവം, പറയുന്ന ഒരു രീതി. ഉപ്പാപ്പ മരിച്ചിട്ടില്ല ഉസ്താദെ, ഉമ്മമ്മ മരിക്കാനായിട്ടില്ല. ഉപ്പാപ്പ മരിച്ചാൽ ആര് മരിക്കും? ഉമ്മമ്മ ആദ്യം മരിക്കൂല, ഉപ്പാപ്പ ജീവനോടുണ്ട്. ഇതാണ് കുട്ടികൾ ധരിക്കുന്നത്. അതേപോലെ കുട്ടികൾ ചിന്തിക്കുന്നതാണ്, എൻ്റെ ഉപ്പ ഇപ്പോഴും ഹയാത്തിലുണ്ട്, ഉപ്പയല്ലേ മരിച്ചിട്ട് ഞാനും വലിയ ഉപ്പയായിട്ടേ എന്താവും, മരിക്കൂ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടുള്ളതല്ല. ബഹുമാനപ്പെട്ടവർ മക്കളെ ചെറിയ പിഞ്ചോമനകളെ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലാതെ ലളിതമായ ഉദാഹരണത്തോടുകൂടി ഇബ്നു നബാത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ എത്രയോ ഉണ്ണിമാങ്ങകൾ, അഥവാ തെങ്ങിന്റെ മുകളിലുള്ള തേങ്ങയാകുന്നതിന് മുമ്പ് എത്രയോ മച്ചിങ്ങകൾ, ചെറിയ ഉണ്ണിമാങ്ങകൾ, അത് അതിന്റെ മൂപ്പത്താതെ അതിന്റെ ഒരു രൂപത്തിലേക്ക് വരാതെ ചെറിയ കായ്ക്കുന്ന സമയത്ത് തന്നെ കൊഴിഞ്ഞു വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉപ്പയാകേണ്ടതില്ല, നിങ്ങൾ വലുതാകേണ്ടതില്ല, നിങ്ങൾ ഉപ്പാപ്പയാകേണ്ടതില്ല. ഈ ചെറിയ പ്രായത്തിൽ ആ ഉണ്ണിമാങ്ങല വീണങ്ങ് അടിഞ്ഞു തീരുന്നത് പോലെ നിങ്ങളും തീർന്നു പോയേക്കാം. അള്ളാഹു നിങ്ങളെയും കബൂൽ ചെയ്തേക്കാം. കണ്ടിട്ടില്ലേ, പ്രായം ഒരു വിഷയമല്ല. എത്ര ചെറുപ്പക്കാർ, എന്റെ പ്രിയമുള്ളവരെ, പ്രായമുള്ളവർ മരിക്കുന്നില്ല. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. മരിക്കണം എന്നല്ല പറയുന്നത് കേട്ടോ, അങ്ങനെയൊന്നല്ല. എത്രയോ ചെറുപ്പക്കാരാകുന്ന 50-ന്റെയും 30-ന്റെയും ഇടയിലുള്ള ആളുകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അറ്റാക്കൊക്കെ സുലഭമായിട്ട് വരാൻ. എന്നാലോ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ചില ആളുകൾ കിടന്നിട്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ. ജീവിക്കലാണ് ഹൈറെങ്കിൽ ജീവിക്കട്ടെ, മരിക്കലാണ് ഹൈറെങ്കിൽ അള്ളാഹു അവർക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടുന്ന അള്ളാഹുവെ ഒന്ന് നീ സ്വീകരിച്ചെങ്കിൽ എന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന എത്രയോ കിടപ്പ് രോഗികളുണ്ട്. അള്ളാഹു ഒന്നെങ്കിൽ ശിഫ നൽകട്ടെ, അല്ലെങ്കിൽ ഹൈറായ ഒരു ആഖിറം അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രിയമുള്ള മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് ചെറിയ മക്കളാണെങ്കിൽ അതൊരു എത്ര മഴക്കാലത്തൊക്കെ എത്ര കുട്ടികൾ വെള്ളക്കെട്ടിൽ ആ പുഴകളിലും കുളത്തിലൊക്കെ വീണിട്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ പെട്ടിട്ട് എത്ര കുട്ടികൾ മരണപ്പെട്ടു പോയി. അല്ലാഹു തആല മാതാപിതാക്കൾക്ക് നല്ല ക്ഷമയും സബറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് ഒരുപാട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു പരീക്ഷണത്തിൽ നിന്ന് വിജയിപ്പിച്ചിട്ട് ഒരുപാട് നല്ല സന്താനങ്ങളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോയവരൊക്കെ ആരെങ്കിലും ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അതിനേക്കാൾ വലിയ നല്ല ഗുണമുള്ള സന്താനങ്ങളെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അത് പ്രതീക്ഷിക്കുക. അല്ലെങ്കിൽ ആ പൊന്നുമോൻ നാളെ നിങ്ങളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊന്നും സങ്കടപ്പെടേണ്ടതില്ല. പക്ഷേ നമുക്കതൊരു മുന്നറിയിപ്പാണ്. മക്കളാകുന്ന ആളുകളൊക്കെ, എന്റെ ചെറിയ ചെറിയ മക്കളോടൊക്കെ പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഇബാദത്തുകളിലേക്ക് പങ്കുകൊടുത്താൽ പള്ളിയിൽ വരണമെന്നുള്ള ബോധം ഉണ്ടാകണം, നിസ്കരിക്കണമെന്ന ചിന്ത ഉണ്ടാകണം. അങ്ങനെ വരുന്ന മക്കളൊക്കെ കണ്ടാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹനം കൊടുക്കാനൊക്കെ എൻ്റെ ഈ നല്ലവരാകുന്ന നാട്ടുകാരോട് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 10:15 ഞാൻ നിർത്തുന്നില്ല, നിർത്തണേ പറഞ്ഞ ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. മൈക്ക് പ്രശ്നമുള്ളത് കൊണ്ടല്ല, നമ്മളെ സൗണ്ടിന് ചെറിയൊരു വിഷമമുണ്ട്. അതുകൊണ്ട് ചെറിയൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ടാകാം. എന്നാലും ക്ഷമ ചോദിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് ഏവർക്കും ശബ്ദത്തിലും എല്ലാ നിലക്കുമുള്ള ആഫിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.